ഞാൻ സുശീല. എൻ്റെ അനിയൻ്റെ പേര് സുമേഷ്. ഞങ്ങളെല്ലാം അല്ലേ വിടമാട്ടെ. அப்ப நீ என்ன இங்க இருந்து எங்கேயும் போக விட மாட்ட. இன்னைக்கு துர்காஷ்டமி. உன்னை கொன்னு ஒரு ரத்தத்தை குடிச்சு ஓங்கார நடந்து மாட்டிடுவே. ശ്രീമോളെ അന്ന് ഞാൻ എന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുക, ഞാൻ അടുത്ത സ്പേസ് നോക്കുന്നുണ്ട്, നമുക്ക് ഒന്നിച്ച് നോക്കിയാലോ എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിറ്റേന്ന് ബാഗ് എടുത്ത് ഞാൻ അപ്പൊ താമസിക്കുന്ന ഫ്ലാറ്റിൽ എന്റെ റൂമിൽ വന്ന് കിടന്നു. ഞാനാണെങ്കിൽ റൂം ബെഡ് ഞാൻ ഒരു മനുഷ്യനായിട്ട് ഷെയർ വിളിച്ചു, നീ എന്നെ വിളിച്ചോണ്ടോ? തമാശക്ക് ചോദിച്ചു. ഭ്രാന്ത് പിടിച്ച മൊമെന്റിൽ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടു, ഐ എം പ്ലാനിങ് ടു സെൽ മൈ ഹെയർ, ഇൻട്രസ്റ്റഡ് ആളുകളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു 2 മാസം ഞാൻ ഉറങ്ങിയിട്ടില്ല. 10,000 തുടങ്ങി 1 ലക്ഷം, 5 ലക്ഷം, 15 ലക്ഷം, 50 ലക്ഷം. അപ്പൊ എനിക്ക് എന്തോ ഒരു അപാകത പോലെ. മുടിക്ക് എന്തിനാ അത്ര, എന്തിനാ അങ്ങനെ പറയണേ? ഞങ്ങൾക്ക് എനിക്ക് ഒരു വിവരമില്ല ഇതിനെക്കുറിച്ച്. ഞാൻ മുഴുവൻ പറഞ്ഞ വിൽക്കണോ വേണ്ടതെന്ന് ആലോചിക്കാം. നമ്മുടെ മുടി കാണുമ്പോൾ സെക്ഷലി താല്പര്യം തോന്നുന്ന ആണുങ്ങൾ, ഞാനിങ്ങനെ പറയുന്നത് ശരിയാണെന്ന് പോലും എനിക്കറിയില്ല, വീഡിയോസ് എടുക്കാൻ സമ്മതിച്ചാൽ ഇത്ര ലക്ഷം. അന്ന് അവിടുന്ന് ഇതുപോലെ സിനിമയിലേക്ക് ഒരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വീട്ടിൽ ചെന്ന് പറയുന്നത് തന്നെ പിന്നെ സിനിമയിലേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ മോശം, എന്നെ അതിനൊന്നും വിടില്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് എന്തിനാ പറയുന്നത് വെച്ചാൽ ഐ നോ എന്റെ വീട്ടിലുള്ള ഇഷ്ടമല്ല, ഞാൻ ആ ഡിസിഷൻ എടുക്കുന്നതാണ് ഞാൻ ഇങ്ങനെ പറയുന്നതാണ് അവർക്ക് സന്തോഷം എന്ന് എനിക്കറിയാം. റിഗ്രറ്റ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും. അന്നേ ഇങ്ങനെ എന്തിനെങ്കിലും ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല. നമസ്കാരം, ജാങ്കോ സ്പേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് 2 അടിപൊളി കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. ചുമ്മാ ജസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരുപാട് കഴിവുകൾ ഇങ്ങനെ കൂടി ഇരിക്കുകയാണ്. അവരുടെ ബയോ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അക്കൗണ്ട് കയറി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആക്ടിങ് ഓഫ് കോഴ്സ് ഉണ്ട്, ഡാൻസ് ടീച്ചർ ഉണ്ട്, ഫാഷൻ ഡിസൈനർ ഉണ്ട്, പിന്നെന്താണ് പാട്ട് പാടും, ഡാൻസ് കളിക്കും, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു മിക്സ്, മൊത്തത്തിൽ എല്ലാം കൂടെ തികഞ്ഞ 2 ആൾക്കാരെയാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ലെറ്റ് മീ വെൽക്കം അശ്വിനി ആൻഡ് ശ്രീലക്ഷ്മി. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോഴാണ് സുഖമായത് കൂടുതൽ. ഭയം അങ്ങ് കേട്ടപ്പോൾ അങ്ങ് സന്തോഷമായിരുന്നു. ഇൻട്രോയിൽ ഭയങ്കര ഹാപ്പി ആയി. കൊള്ളാം. ഇത് ഈ നമ്മൾ ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇതുപോലെ എന്നെ പറ്റിയും 2 വാക്കൊക്കെ പറഞ്ഞാൽ മതി. ശരി, ഞാൻ കട്ട് ചെയ്തോളൂ, വെറുതെ പറഞ്ഞാൽ. ഓക്കെ. അപ്പം നിങ്ങൾ 2 പേരുടെയും വീഡിയോസ് ആദ്യം ഞാൻ കണ്ടത് പട്ടണത്തിൽ സൂര്യേച്ചി, ഈ സംഭവമാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ ഒരു പാർട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഞാൻ ഇടയ്ക്കത്ത് എന്തോ കണ്ടത് കയറി നോക്കി എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വെയിറ്റിംഗ്, ഞാൻ എൻ്റെ തന്നെ അക്കൗണ്ടിലോട്ട് ഇത് സെൻഡ് ചെയ്തിട്ടു അടുത്ത പാർട്ട് ഇറങ്ങുമ്പം ഓർത്ത് പോയി കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പക്ഷേ എല്ലാ വീഡിയോസും നിങ്ങളുടെ നല്ല റീച്ച് ഉണ്ട്. ശരിക്കും ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ എങ്ങനെയാണ് ഈ ജേണി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, മൊത്തത്തിൽ എല്ലാം കൂടെ പറയും. ആരോടാ ഫസ്റ്റ് ചോദിക്കണ്ടേ? അവളോട് ചോദിക്കാം. സൂര്യേച്ചിയുടെ കഥ പറയണമെങ്കിൽ എനിക്ക് അതിൻ്റെ മുന്നേ മറ്റൊരു കഥ പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം റീച്ച് ആയിക്കൊണ്ടിരുന്ന സമയത്ത്, ആക്ച്വലി എൻ്റെ റീച്ച് എന്ന് പറയുന്നത് പ്രോപ്പർ ഒരു കണ്ടന്റ് ക്രിയേഷനിലൂടെ വന്ന റീച്ച് അല്ല. എൻ്റെ ഫോളോവേഴ്സ് എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞാൽ എൻ്റെ മുടി കണ്ടും കുഞ്ഞുങ്ങളുടെ വീഡിയോസ് കണ്ടും അങ്ങനെ വന്ന കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് ഇതുപോലെ ഇത്രയും തന്നെ ക്ലോസ് ആയിട്ട് ഒരു കമ്പാനിയൻ വേറെ ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട് വേറെ ഉണ്ടായിരുന്നു, തുഷാര. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് അങ്ങനെ ഒന്നിച്ച് താമസിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ അവളുടെ കൂടെയാണ് ഫസ്റ്റ് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നത്. അന്ന് മൈൻഡിൽ ചെയ്തൊരു ഞങ്ങൾ 2 പേരുടെ നോക്ക് ജോക്സ് പോലെ ചെയ്തതായിരുന്നു അടച്ചക്കര എന്ന് പറഞ്ഞിട്ടൊരു സീരീസ്. നല്ല റീച്ച് ഉണ്ടായിരുന്ന സീരീസ് ആയിരുന്നു. ഇപ്പോഴും ചോദിക്കാറുണ്ട് അവളെ കുറിച്ച് ആൾക്കാർ കാണുമ്പോഴൊക്കെ. ആ സീരീസ് ചെയ്ത് കുറച്ചങ്ങ് എത്തിയപ്പോൾ ആരൊക്കെയോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളെല്ലാം സിനിമയ്ക്ക് വേണ്ടി കൊച്ചി വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഫേസ് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ സിനിമയിലേക്ക് ചാൻസ് കുറയുന്നുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങളുടെ ആ ഫയർ അങ്ങ് കെട്ടു. ഞങ്ങൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ വേറെയും ഞാൻ വേറെയും ആയി സെപ്പറേറ്റഡ് ആയി ആ സീരീസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം എപ്പോഴും നമ്മുടെ മൈൻഡിലുള്ള കാര്യമാണ് അടുത്തത്. പിന്നെ കുറച്ചും കഴിഞ്ഞപ്പോൾ വീണ്ടും എല്ലാവരും ക്രിയേറ്റേഴ്സ് കൂടി സിനിമയിൽ വരുന്നുണ്ട്, അത് ഭയങ്കര ഇതായി. അപ്പം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള മൈൻഡായി. അന്നേരം പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ട കഥയൊക്കെ പിന്നെ പറയാം. അന്ന് എൻ്റെ കൂടെ പിന്നെ സൂര്യയാണുള്ളത്. അപ്പം ഇതേ ഒരു പാറ്റേൺ തന്നെ, അടച്ചക്കരയുടെ പാറ്റേൺ അത് വേറൊരു ടൈപ്പ് ആയിരുന്നു. ഫുൾ കോമഡി ആയിട്ട് ഫണ്ണായിട്ട് ഭയങ്കര ഫാസ്റ്റ് കട്ട്. എനിക്ക് ഞാൻ ശ്രീലക്ഷ്മിയുടെ ഹൈലൈറ്റ് കണ്ടായിരുന്നു, ഇങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആസ്മിയ ക്വസ്റ്റ്യൻ, ഇങ്ങനെ എന്ത് പേരിടണം സീരീസിന്. ഫ്രണ്ട്ഷിപ്പിന് അന്ന് ഭയങ്കര റീച്ച് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇടുന്ന സ്റ്റോറീസിന് കാര്യം. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു പേരൊക്കെ സജഷൻ ഒക്കെ ചോദിച്ചു.
പേര് പിന്നെ അവളുടെ അനിയൻ സജസ്റ്റ് ചെയ്തൊരു പേരാണ് ഞങ്ങൾ ഇട്ടത്. അടച്ചക്കര എന്നുള്ളത് ഞാൻ കണ്ടു. ഞാൻ ഇങ്ങനെ ചുമ്മാ റെഫറൻസ് നോക്കിയപ്പോൾ കണ്ടു ഞങ്ങളുടെ ഇതുപോലെ ഇടാൻ വേണ്ടിയിട്ടാണ് ആസ്ബി ക്വസ്റ്റ്യനിൽ പേരുകൾ സജസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചടന്ന് കട്ട്സ് പോകുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു. അങ്ങനെ തന്നെ മ്യൂസിക്കും ഡയലോഗ്സ് കുറവായിരുന്നു. ആക്ടിങ്ങിനല്ല, ഞങ്ങളുടെ അതിലെ കോമഡി ആയിരുന്നു അതിൽ ഇമ്പോർട്ടന്റ്. അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിൽ ക്യാമറ വെച്ച പോലെയായിരുന്നു സംഭവം. അവളും ഞാനും ബേസിക്കലി അങ്ങനെയാണ് ലൈഫിൽ നടക്കുന്ന കാര്യം അതേപോലെ അത് കാണാൻ ക്യൂരിയോസിറ്റി ഉള്ള ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ആ കണ്ടന്റ് കൂടുതൽ റീച്ച് ആയത്. പിന്നെ ഞങ്ങൾ തുടങ്ങുന്ന ഇതിലേക്ക് വന്നപ്പോൾ വീണ്ടും ഒരു അടച്ചക്കര റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അത് അവിടെ കഴിയട്ടെ, അതാണ് അത്യാവശ്യം ഫാൻസും ഉണ്ട്. അത് ഞങ്ങൾ ചെയ്താൽ ചിലപ്പോൾ വർക്കാവില്ല, ഞങ്ങൾ വേറൊരു വൈബാണ്. ഇവിടെയും സെയിം തിങ് ഹാപ്പൻഡ്. കണ്ടന്റ് വേണ്ടി എനിക്ക് അലയേണ്ടി വന്നിട്ടില്ല, അലയേണ്ടി വന്നിട്ടില്ല. ഇവള് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഞങ്ങൾ ഇവള് നല്ലോണം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ഞങ്ങളും സംസാരിക്കുമായിരുന്നു, തുഷാരി ഞാനും സംസാരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, സൂര്യ സംസാര പ്രിയാണ് കുറച്ചുകൂടെ എനിക്ക് തോന്നിയത്. ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന ആ സർക്കിളിൽ ഞാൻ ഭയങ്കരമായിട്ട് പുറത്തിറങ്ങി ഞങ്ങൾ എല്ലാം കുറച്ച് ആംബിവേർട്സ് ടൈപ്പാണ്. ഞങ്ങളുടെ സർക്കിളിന്റെ അകത്ത് ഞങ്ങൾ പുലികളാണ്. അപ്പൊ അങ്ങനെയാണ്. സൂര്യ ഭയങ്കരമായിട്ട് സംസാരിക്കും. ഞങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് സ്കെയിലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. കുറെ കാര്യങ്ങൾ ഭയങ്കര സാമ്യം ഉണ്ടെങ്കിലും ചിന്താഗതിയും ഞങ്ങളുടെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സാമ്യമൊക്കെ ആണെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിലും അവൾ അവിടെയാണ്, ഞാൻ ഇവിടെയാണ്. യാതൊരു ബന്ധവുമില്ല. അപ്പം ഇവളുടെ പല കാര്യങ്ങളും എനിക്ക് ഭയങ്കര കൗതുകമാണ് കാണുന്നു കേൾക്കുന്നതൊക്കെ. വായന്ന് വരുന്ന മണ്ടത്തരങ്ങൾ അവസാനം എഴുതി വെക്കാൻ ഞാനൊരു ബുക്ക് വാങ്ങിച്ചു. ആൾക്കാർ വിശ്വസിക്കില്ല, ഞാൻ എഴുതി വെക്കുന്നുണ്ട് സൂര്യയുടെ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ എഴുതും. അന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു അനിയൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവനും ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അവളെ തിന്നുന്നത്. അങ്ങനെ എഴുതി വെച്ച് ഇത് കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ, ഇങ്ങനെ ഒരു ബുക്ക് തന്നെ എഴുതി വെക്കായിരുന്നു. പക്ഷെ ശരിക്കും ഞങ്ങൾ ഒരേടാ ഒരു ബുക്ക് എടുക്കടാ, എഴുതി വെക്കട്ടെ വെള്ളം, ഇതൊന്നും പിന്നെ ഓർമ്മ വരില്ല ചിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയേ. പിന്നെ ഞാൻ ശരിക്കും എഴുതി വെക്കാൻ തുടങ്ങി. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത് കണ്ടന്റ് ആയിക്കൂടെ, വളരെ എളുപ്പം. അവളുടെ ഒരു മണ്ടത്തിലെടുത്ത് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്യും. സൂര്യേച്ചി നിങ്ങൾ കണ്ട എത്ര എപ്പിസോഡ് നമ്മൾ ഫസ്റ്റ് സീരീസ് ചെയ്ത്? 7 എപ്പിസോഡാണ് ഫസ്റ്റ് തോന്നുന്നത്. അത് ഓരോന്നും കുറച്ച് നമ്മള് കഥാപരമായിട്ടും ക്യാരക്ടർ വൈസ് ഒക്കെ ബേസിക്കലി ഒരു മണ്ടത്തരം സൂര്യേച്ചിയുടെ. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം സ്വന്തമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തതായിരിക്കും. അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മള് ഒരു എപ്പിസോഡിൽ ഇവള് ഏമ്പക്കം വിട്ടിട്ട് അത് ചേച്ചി വാതിൽ തുറന്ന്, ഞാൻ ആരാ വാതിൽ തുറന്ന് ചോദിച്ചപ്പോ അത് ചേച്ചി ഏമ്പക്കം വിട്ടത്. അതൊക്കെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണ്. എഴുതി വെച്ച സാധനമാണ്. നിങ്ങളിപ്പോ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റിൽ എന്തെങ്കിലും ആണോ? ഫ്ലാറ്റിലാണ്. ഈ മേളിൽ നിന്ന് ഈ വേസ്റ്റ് ഇടുന്ന പരിപാടി അത്ര മണ്ടത്തിലാണ് കാണിച്ചിട്ടില്ല. ഷിജിമോൻ അതും ഇല്ലല്ലോ അല്ലേ? സ്വിഗ്ഗിയുടെ ഇതൊക്കെ ഞാൻ ഒരുപാട് ചിരിച്ച മണ്ടത്തരങ്ങൾ. പക്ഷേ ഈ ലിഫ്റ്റ് കയറിയിട്ടൊക്കെ മണ്ടത്തരങ്ങളൊക്കെ കുറെ കാണിച്ചിട്ടുണ്ട്. സാധനം കുറെ സംഭവിച്ചിട്ടുണ്ട് പലതായിട്ട്. 18th ഫ്ലോറിലാണ് ഞങ്ങള്. അപ്പം താഴേന്ന് കയറിയിട്ട് കൂടെ കയറിയ ആള് ചേട്ടൻ 15th ഇറങ്ങി പോയപ്പോ കൂടെ അങ്ങ് ഇറങ്ങി. അപ്പൊ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ അവിടുത്തെ ചേച്ചിമാരല്ലേ, ക്ലീനിങ് ചേച്ചിമാർ, അപ്പൊ അതുകൊണ്ട് എനിക്ക് സൂര്യേച്ചിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തു നമ്മള്. പക്ഷെ ബേസിക്കലി ഒരു സാധനം അവള് തന്നെയാണ് തന്നത്, ക്യാരക്ടറിനെ അവളാ തന്നെ. സൂര്യ എന്നാണോ അശ്വിനി എന്നാണോ ശരിക്കും? എന്റെ ഒറിജിനൽ നെയിം, ഒഫീഷ്യൽ നെയിം അശ്വിനി എന്നാണ്. പക്ഷെ ചെറുപ്പം തൊട്ടേ എല്ലാവരും എന്റെ വീട്ടിലും നാട്ടിലൊക്കെ എല്ലാവരും എന്നെ സൂര്യ എന്നാ വിളിക്കുന്നത്. അപ്പൊ ഞാനും അങ്ങനെ തന്നെ വിളിക്കാം. ഓക്കെ, എല്ലാവരും സൂര്യ എന്നാ വിളിക്കുന്നത്. സ്കൂളിലും അങ്ങനെയൊക്കെ മാത്രം എല്ലാവരും അശ്വിനി എന്ന് വിളിച്ചിട്ടുള്ളൂ. ഓക്കെ, സൂര്യയുടെ സ്ഥലം ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോരട്ടെ. എന്റെ വീട് കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് കുറച്ചും കൂടി പോണം, ഒരു മലയോര പ്രദേശമാണ് ആലക്കോട് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു അമ്പലം, ഒരു ശിവന്റെ വലിയൊരു അമ്പലം ഒക്കെ ഉണ്ട്, അരങ്ങമ്മ ശ്രീ മഹാദേവ ക്ഷേത്രം. അതിന്റെ ഫ്രണ്ടിലാണ് എന്റെ വീട്. ഞങ്ങളുടെ നാടിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് അരങ്ങത്തപ്പൻ. അവിടെയുള്ള ഹിന്ദുസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും എല്ലാവരും എപ്പോഴെങ്കിലും വിളിക്കുന്നുണ്ടാവും എന്റെ അരങ്ങത്തപ്പൻ. അപ്പൊ അങ്ങനെ ആ ഒരു ദൈവത്തിന്റെ ഒരു ഇത് വേണം. അപ്പൊ നമ്മളത് പെട്ടെന്ന് എനിക്ക് വന്നൊരിതാണ് അരങ്ങത്തപ്പൻ എന്നുള്ളൊരിത്. ഓക്കെ, അപ്പൊ അവിടെയാണ് സ്ഥലം. ഇപ്പൊ കൊച്ചിയിൽ ഇപ്പൊ ശരിക്കും ഈ ആക്ടിങ് അങ്ങനെ തന്നെയാണോ, വേറെ എന്തെങ്കിലും ജോബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് നെടുമ്പാശ്ശേരിയിലേക്കായിരുന്നു. രണ്ടുപേരും മാരീഡ് അല്ലേ? ഞങ്ങൾ രണ്ടുപേരും സിംഗിൾ. ഓക്കെ, രണ്ടുപേരും മാരീഡ് ആണ്. ഞാൻ അങ്ങനെയാണ് ഞങ്ങൾ കണക്ട് ആവാൻ ഉള്ള ഒരു കാര്യം കൂടെ. ഞങ്ങളുടെ കണക്ഷൻസ് വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചൊക്കെ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ. ബേസിക്കലി നിങ്ങൾ പ്രേക്ഷകർ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു സൂര്യേച്ചിന്റെ ഒരു കണ്ടന്റ് മാത്രമല്ല. സൂര്യക്ക് ആർട്ടിസ്റ്റ് ആണ്, 10 years ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. ഞാനും അതേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ കൂടുതലും ആൾക്കാരിലേക്ക് എത്തിയത്.
ഇത്രയും വർഷമായി ഫിലിം സീരിയലും സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങി. ചെയ്യാൻ വേണ്ടി അല്ല, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ ഒരു ടൈം ഉണ്ടാവുമല്ലോ. ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കുമല്ലോ നല്ലൊരു റീച്ച് ഉണ്ടാവുന്നതൊക്കെ. അപ്പൊ നിങ്ങളുടെ ഒരു അടിപൊളി സംഭവം വരും നമ്മുടെ സൂര്യേച്ചി. പക്ഷെ ഇനി അങ്ങോട്ടുള്ള എല്ലാം അടിപൊളിയാവട്ടെ, ഇതുപോലെ തന്നെ കയറി വരട്ടെ. ഉറപ്പായിട്ടും ആവട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ജോബിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നത്. ജോബ്. അപ്പം ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ഡിഗ്രിയും MA എല്ലാം ചെയ്തത്. ഏർലി മാരേജ് ആയിരുന്നോ? ഏർലി മാരേജ് ആയിരുന്നു. ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതൊക്കെ. അപ്പം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആലുവ വിദ്യാധിരാജ വിദ്യാഭവൻ ആലുവ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊന്ന് നിർത്തിയായിരുന്നു, എന്നിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങൾ ഐ മീൻ എന്തൊക്കെയാണുള്ളത്? ഇപ്പോൾ ഡാൻസ് പാട്ടെന്നൊക്കെ പറയുന്ന പോലെ എന്തൊക്കെയാണ് മൊത്തത്തിലുള്ള സ്കൂൾ ടൈം കോളേജ് ടൈമിലൊക്കെ? അപ്പോൾ ശ്രീലക്ഷ്മി എന്തൊക്കെ മത്സരം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പം മോണാക്ട്, നാടകം, ഡാൻസ്, പാട്ട്? ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ പങ്കെടുക്കാത്ത ഒരു സാധനവും ഇല്ല. എല്ലാത്തിലും ഒരു +2 വരെ ഞാൻ ഫുൾ ഓണാ. എല്ലാ ഐറ്റംസും ഞാൻ പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ പോയിന്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ തമിഴ് റെസിറ്റേഷൻ, മറ്റേ കന്നഡ റെസിറ്റേഷൻ, എന്താ ഈ കഥകളി സംഗീതം ഒന്നും എനിക്ക് അറിയില്ല പ്രോപ്പർലി. അങ്ങനെ എല്ലാത്തിലും പേര് എടുത്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. 7th വരെ സ്കൂളിൽ എന്റെ സ്കൂളിൽ ഞാൻ മൂക്കില രാജ്യത്തെ മുറിമൂക്കൻ രാജാവാണ്. ഞാൻ 7th വരെ പഠിച്ചത് നാട്ടിൽ തന്നെ ഒരു ചെറിയ CBSE സ്കൂളിലാണ്. അപ്പൊ അവിടെ ഞാൻ വലിയ സംഭവമായിരുന്നു. ഞാൻ ക്ലാസ്സിലെ ഫസ്റ്റ് ആണ്, പഠിപ്പിച്ചിട്ടാണ്. ഞാൻ PG വരെ ഞാൻ പഠിപ്പിച്ച പേരുള്ള ആളാണ്. യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണ് ഞാൻ. അതങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാതെ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒരു യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറും കൂടെയാണ് ഞാൻ. അഭിമാനത്തോടെ പറയുന്ന കാര്യമല്ല, കാരണം അതിനുകൊണ്ട് എനിക്ക് ഉപകാരമുണ്ട്. ഞാൻ ആ സബ്ജക്ട് പഠിച്ചതിന്റെ സന്തോഷം. ഞാൻ MSc ബയോകെമിസ്ട്രി, ഫിസിക്കൽ സയൻസിൽ BEd ഉണ്ട്. അതൊക്കെ പഠിച്ചു. ഞാൻ കുറച്ചും കൂടെ അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ 8th തൊട്ട് പോയത് നാട്ടിലെ തന്നെ അത്യാവശ്യം വലിയൊരു സ്കൂളാണ്. എയ്ഡഡ് സ്കൂളായിരുന്നു. ഒത്തിരി കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടെ ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ റിയലൈസ് ചെയ്തു, ഞാൻ അത്ര സംഭവമല്ല, അത് ചുറ്റുമുള്ളവർ പറഞ്ഞുണ്ടാക്കിയതാണ്, അത്ര സംഭവമല്ല, ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇത്തിരി ഒന്ന് ഭയന്ന് പിന്മാറി. പക്ഷെ ഈ ആർട്സിൽ പിന്നെയും എൻ്റെ അവിടുത്തെ മ്യൂസിക് ടീച്ചർ, മലയാളം ടീച്ചർ, അങ്ങനെ കുറച്ച് പേര് എനിക്ക് ഞാൻ ഓർക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ എന്നെ പിടിച്ച് എല്ലാത്തിലും ചേർത്തി. ഞാൻ അവിടെയും ആക്റ്റീവ് ആയിരുന്നു. പിന്നെ +2 ഒക്കെ എത്തിയപ്പോഴത്തേക്ക് കാര്യങ്ങൾ കുറെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പഠിത്തമാണെങ്കിലും ആർട്സ് ആണെങ്കിലും ഒക്കെ കുറച്ച് ചാചാട്ടമായി. ഡിഗ്രി എത്തിയപ്പോഴത്തേക്ക് വീണ്ടും ആർട്സ് ഞാൻ കംപ്ലീറ്റ്ലി വിട്ടു. PG ഞാൻ പഠിച്ചത് തമിഴ്നാട്ടിലാണ്. അവിടെ ഒന്നും നമ്മുടെ കലയൊന്നും പുറത്തെടുക്കാനുള്ള പ്രത്യേകിച്ച്. പിന്നെ ചെറുപ്പത്തിലേ നമുക്ക് ഫീഡ് ചെയ്യുന്നൊരു സാധനം, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, എന്നെ നമ്മളെ കണ്ടുപിടിക്കാൻ പറയില്ലേ, ആളാണ് ശ്രീലക്ഷ്മിനെ കണ്ടുപിടിക്കൂ. മിനിമം ഞാനൊരു ഡോക്ടറെങ്കിലും ആവുന്ന എല്ലാവരും പ്രതീക്ഷിച്ചായിരുന്നു. പഠിച്ചു നന്നാവുന്ന എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മൈൻഡിലും പാട്ടും ഡാൻസും ഒക്കെ ജസ്റ്റ് ഒരു എൻജോയ്മെന്റ്. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാടുന്നത്, ഇപ്പോഴും പാടുന്നതും പഠിക്കുന്നതും ഒക്കെ. പക്ഷെ അത് വെച്ചിട്ട് അതൊരു പ്രൊഫഷൻ ആക്കാനോ ആ ഒരു ഫീൽഡിലേക്ക് സീരിയസ് ആയിട്ട് എടുത്ത് ഇറങ്ങുന്ന കാര്യമോ ഞാനും ചിന്തിക്കുന്നില്ല. എന്റെ ചുറ്റുമുള്ളവർ അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഞാനും ചിന്തിക്കുന്ന എന്താ, അതൊക്കെ മോശമാണ്, അഭിനയോ, അയ്യേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. ഒരിക്കലില്ല. അല്ല, ശ്രീലക്ഷ്മിക്ക് ശരിക്കും എന്തായിരുന്നു ആഗ്രഹം ആ ടൈമിലൊക്കെ? നമ്മളോട് അംബീഷൻ ഒക്കെ ചോദിക്കുമ്പോൾ എന്തായിരുന്നു? അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി പോലും ഇല്ലാത്തൊരു മന്ദബുദ്ധിയായിരുന്നു ഞാൻ. ബേസിക്കലി ഒരു ഊളയായിരുന്നു. അമ്മ എന്ത് പറയുന്നു, അച്ഛൻ എന്ത് പറയുന്നു, ഞാൻ എന്തേ ചെയ്യുമ്പോൾ അമ്മ ചിരിക്കുന്നുണ്ടോ, അമ്മമ്മ ഹാപ്പി ഉണ്ടോ, മാമൻ അഭിമാനിക്കുന്നുണ്ടോ, ഇതൊക്കെയായിരുന്നു ഞാൻ ബേസിക്കലി ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് എന്താ ഇഷ്ടമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ റീസെന്റ് ആണ് ഞാൻ അതൊക്കെ റിയലൈസ് ചെയ്തത്. ഏത് പോയിന്റിലാണ് ഐ വാണ്ട് ടു ഡു ദിസ് എന്നുള്ളൊരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനായിട്ട് റിയലൈസ് ചെയ്തപ്പോൾ 9th എക്സാം കഴിഞ്ഞപ്പം നമ്മുടെ ഈ ലോക്കൽ ചാനലൊക്കെ ഉണ്ടാവുമല്ലോ നാട്ടിൽ, കേരള വിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിൽ പരസ്യം കണ്ടു. അവർക്ക് ആങ്കറിന് ആവശ്യമുണ്ട്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ ആണ് എൻ്റെ അമ്മേനെ വളർത്തിയ കേട്ടോ. സ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് പഠിത്തത്തിന്റെ ഒക്കെ കാര്യത്തിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് കുറച്ച് അഹങ്കാരമാണ്, എന്നാലും ഞാൻ ചെയ്തു വന്ന്. മെസ്സേജ് അയച്ചു, അവർ വിളിച്ചു. ഞാൻ വീട്ടിൽ കൈയും കാലം പിടിച്ച് എൻ്റെ അമ്മമ്മേനെയും കൂട്ടിയിട്ട് അവിടെ പോയി അവരുടെ ഓഡീഷൻ പോലെ അറ്റൻഡ് ചെയ്തു. അവരെന്നെ സെലക്ട് ചെയ്തു. ഞാൻ ഏകദേശം എത്രയോ മാസങ്ങൾ ആ ഒരു മ്യൂസിക് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ആങ്കറിങ് ചെയ്തു ആ ചാനലിൽ. അതാണ് എന്റെ ഞാനായിട്ട് എനിക്ക് എന്റെ താല്പര്യം കാണിച്ച് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ 10th ആണ്, 10ാം ക്ലാസ് ആണ്, കുട്ടി പഠിപ്പിച്ചിട്ടാണല്ലോ, ഫുൾ A+ വാങ്ങിക്കേണ്ടത്. അതുകൊണ്ട് അപ്പൊ തന്നെ അത് നിർത്തി. പിന്നെ അന്ന് അവിടുന്ന് ഇതുപോലെ സിനിമയിലേക്ക് ഒരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വീട്ടിൽ ചെന്ന് പറയുന്നത് തന്നെ, ഇനി സിനിമയിലേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ മോശം, എന്നെ അതിനൊന്നും വിടില്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് എന്തിനാ പറയുന്നത് വെച്ചാൽ ഐ നോ എന്റെ വീട്ടിലുള്ള ഇഷ്ടമല്ല, ഞാൻ ആ ഡിസിഷൻ എടുക്കുന്നതാണ് അവർക്ക് സന്തോഷം എന്ന് എനിക്കറിയാം. ഞാൻ എല്ലാവരും സന്തോഷം. തീർച്ചയായിട്ടും അന്നേ ഇങ്ങനെ എന്തെങ്കിലും ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ലായിരുന്നു. ബൈ ദിസ് ടൈം ഞാൻ എന്തെങ്കിലും
എന്തെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്. ഡെഫിനറ്റ്ലി. പക്ഷെ അതൊരു പ്രശ്നമല്ല കേട്ടോ, ഇനിയും ഉറപ്പായിട്ടും വരും നല്ല ടാലന്റ്. റീഗ്രറ്റ്സ് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ MSc വരെ ഞാൻ പഠിച്ച സബ്ജക്ട് ഉണ്ടല്ലോ, ആ നോളജ് എന്റെ തലേന്ന് ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് പൈസ ഉണ്ടായിക്കോളണം എനിക്ക് നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു അറിവ് കിട്ടി, ആ രീതിയിൽ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ചെയ്ത കോഴ്സ് കൊണ്ട് എല്ലാം നമ്മൾ ജീവിച്ചോളണം എന്നൊന്നും നിർബന്ധം. അതെന്റെ പ്രിവിലേജ് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ പ്രിവിലേജ് എല്ലാവർക്കും ഇല്ല, ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല. പഠിച്ച സബ്ജക്ട് കൊണ്ട് തന്നെ ജോലി ചെയ്ത് ജീവിക്കണം. ഒരുപാട് ആൾക്കാരുണ്ട് നല്ലപോലെ വേറൊരു കോഴ്സ് ഒക്കെ എടുത്ത് പഠിച്ച് നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതൊരു ഗ്രൂപ്പ് ഓഫ് പ്രിവിലേജ്ഡ് ആളുകൾക്കേ അത് പറ്റും. എനിക്കതുണ്ട്, ദൈവം സഹായിച്ച്. എന്റെ വീട്ടിലെ സപ്പോർട്ടാണെങ്കിലും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വിട്ടു. ഒരു ഏജ് കഴിഞ്ഞ് ഒരു സമയം, ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ ടൈമിൽ എനിക്കൊരു റിയലൈസേഷൻ, എൻ്റെ കണ്ണ് തുറന്നു, റിയലൈസേഷൻ ഉണ്ടായി. ഇനി കുറച്ച് ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും. ഏത് പോയിന്റിലാണ് വീട്ടിൽ സമ്മതിച്ചത്? നോക്ക് വലിയ കഥയാണ്. വീട്ടിൽ സമ്മതിച്ചതല്ല, ഞാൻ ആക്ച്വലി അങ്ങനെ മാറ്റിയെടുത്തതാ എല്ലാവരെയും. കുറച്ചായിട്ട് ഇങ്ങനെ കുറച്ച് ഒരു ഫോട്ടോഷൂട്ടിന് പോവാ, ഒരു ചെറിയൊരു ആഡ് ഷൂട്ടിന് പോവാ. നാട്ടിൽ നിന്ന് വരണം. ഞാൻ മലപ്പുറമാണ് എൻ്റെ വീട്, പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ബേസിക്കലി ആരും സിനിമ ഷൂട്ട് പോലും കണ്ടവരും ഞാനും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല, ഒരു ഷൂട്ടിംഗ് കണ്ടിട്ടുള്ള ആളുകളല്ല. അപ്പൊ അവിടെ നിന്ന് ഒരു കാര്യം പെർമിഷൻ ചോദിച്ചിറങ്ങാന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇപ്പോഴും മോശമാണ് ഇതൊക്കെ. പിന്നെ എന്റെ ആഗ്രഹം, എന്നോടുള്ള സ്നേഹം, എന്റെ മേലുള്ള വിശ്വാസം ഒക്കെ കൊണ്ട് അങ്ങ് വിടുന്ന. നടന്ന വഴിക്ക്, പോയ വഴിക്ക് അവര് പഴഞ്ചൊല്ലുണ്ടല്ലോ, എനിക്ക് മനസ്സിലായല്ലോ, മനസ്സിലായവർ കമന്റ്. ആ സാധനമാണ് ഇപ്പൊ ബേസിക്കലി വീട്ടില്. കാരണം ഒരു സ്റ്റേജ് എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇവള് എന്തായാലും, കാരണം പഠിച്ച സബ്ജക്റ്റിലാണെങ്കിൽ ഞാൻ സ്റ്റേബിൾ അല്ല, ഞാൻ ഒട്ടും കൺസിസ്റ്റന്റ് അല്ല ഒന്നിലും. കുറച്ച് അതിൽ പോകും, കുറച്ച് ആ ജോലി ചെയ്യും, കുറച്ച് കോളേജിൽ ലെക്ചറായിട്ട് പോയിട്ടുണ്ട്, കുറച്ച് സ്കൂളിൽ ടീച്ചറായിട്ട് പോയി, കുറച്ച് അസാപ്പിൻ്റെ SBE ആയി പോയി, കുറച്ച് കാലം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അക്കാഡമിക് കോർഡിനേറ്റർ ആയി പോയി. പക്ഷെ അവിടെയൊക്കെ ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ വൈസ് ഞാൻ ഗുഡാണ്. പക്ഷെ ബാക്കി എല്ലാത്തിലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ മടുക്കും. എൻ്റെ സന്തോഷം അവിടെയല്ല ബേസിക്കലി. നമുക്കതാ കുറച്ച് കഴിയുമ്പോൾ വീട്ടുകാർക്ക് മേ ബി അത് മനസ്സിലായി കാണും, ഇവളിതിലൊന്നും നിൽക്കാൻ സാധ്യതയില്ല. പിന്നെ ഇങ്ങനെ സംഭവങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. 2 days മുന്നേ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ തട്ടിപ്പോയി എന്ന് പറഞ്ഞാലും ഞാൻ ഹാപ്പിയാ, എനിക്കൊരു പ്രശ്നമില്ല. ഒരു 3 വർഷം മുന്നേ ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാൻ മേലെ ചെന്നിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തേങ്ങയൊക്കെയാണ് ഞാൻ ജീവിച്ചതെന്ന്. ഇപ്പം എനിക്ക് ആ പ്രശ്നമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതാണല്ലോ എല്ലാ മനുഷ്യനും വേണ്ടത്, എല്ലാവർക്കും വേണ്ടത്. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പം ഇഷ്ടമുള്ള ആ പാത്ത് ചൂസ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് എന്ന് തന്നെ ഞാൻ പറയും. അത് എനിക്ക് ഇപ്പോൾ കിട്ടി, അറ്റ്ലീസ്റ്റ് നൗ. അതുകൊണ്ട് ഞാൻ ഹാപ്പി. ഞാൻ അതിൽ റിഗ്രറ്റ് ചെയ്ത് എൻ്റെ ഇത്രയും സമയം പോയി എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ, ഇവിടെ എങ്ങനെയായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ, കരിയർ? എൻ്റെ സ്റ്റാർട്ടിങ്, എനിക്ക് ചെറുപ്പത്തിലേ അഭിനയിക്കണം തന്നെയായിരുന്നു ആഗ്രഹം. ചെറുപ്പത്തിലേ ഓർമ്മ നാൾ മുതൽ എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ സ്കൂൾ ടൈമിലുള്ള 1ാം ക്ലാസ് തൊട്ട് എൻ്റെ 4ാം ക്ലാസ് വരെയുള്ള എൻ്റെ ടീച്ചേഴ്സിന് തന്നെയാണ് എൻ്റെ ക്രെഡിറ്റ്. എനിക്കൊരു മോൾ ടീച്ചർ ഉണ്ടായിരുന്നു, സാറ്, HM ഒക്കെ. അവർ കലോത്സവത്തിനൊക്കെ പോകുമ്പോഴും അല്ലാതെ പള്ളിയിൽ പെരുന്നാളൊക്കെ വരുമ്പോഴും ഒക്കെ എന്നെ കൊണ്ട് ഡ്രാമ ചെയ്യിപ്പിക്കാൻ വേണ്ടി കയറ്റും. ആക്ഷൻ സോങ്, കഥാപ്രസംഗം, ഇങ്ങനെ എന്നെ കൊണ്ട് നടക്കായിരുന്നു, അവരുടെ മോളെ പോലെ. അപ്പം അങ്ങനെയാണ് എനിക്ക് ഇതിനോടുള്ളൊരു ഇത് വന്നത്. അഭിനയിക്കണം, ഏത് വഴി കൂടെ അഭിനയിക്കാൻ പറ്റുക. ഇപ്പോൾ ആക്ഷൻ സോങ് ആണെങ്കിൽ അഭിനയിക്കാം, കഥാപ്രസംഗം കഥാപ്രസംഗം ആണെങ്കിൽ അഭിനയിക്കാം, എല്ലാത്തിലും അഭിനയിക്കാൻ പറ്റുന്നതിലെല്ലാം അഭിനയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്, പാട്ട്, എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ എന്നെ ഇങ്ങനെ കൊണ്ടടക്കും, എൻ്റെ ടീച്ചേഴ്സും എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ കൊണ്ടടക്കും. അപ്പോൾ എനിക്ക് അവരാണെങ്കിൽ എനിക്ക് പണ്ടേ ഭയങ്കര സപ്പോർട്ടാണ്. എന്തുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ ഇപ്പോഴാണെങ്കിലും അപ്പോഴാണെങ്കിലും ഒന്നും വേണം എന്ന് പറഞ്ഞ് വാങ്ങിക്കൊന്നുമില്ല. അത് വേണം ഇത് വേണം അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ അമ്മ എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം അറിഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും. എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യം അമ്മ ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് ഇങ്ങനെ ഉള്ളിൽ കിടന്നു. അപ്പോഴൊക്കെ എൻ്റെ വിചാരം, നാട്ടിലൊക്കെ ഇത് പറഞ്ഞ പോലെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സൂര്യമോൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. എല്ലാവരും ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ വിചാരം എന്താ, നമുക്ക് ഇപ്പം സിനിമ, ഇപ്പം നമ്മൾ ഈ ആലക്കോട് എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിലല്ലേ, ഇത്രയും ചെറിയൊരു ഗ്രാമത്തിൽ നമ്മളിങ്ങനെ കിടക്കുക. പുറത്തോട്ടൊക്കെ പോയാൽ എന്തായാലും സിനിമയിലൊക്കെ എൻ്റെ വിചാരം എനിക്ക് നല്ല കഴിവാണ്, എനിക്ക് നല്ല കഴിവാ. എന്തായാലും പോയ ഉറപ്പായിട്ടും എനിക്ക് കിട്ടും, അഭിനയിക്കാനൊക്കെ പറ്റും. പിന്നെ ചെറുപ്പത്തിലെ സ്വപ്നം കാണുകയാണെങ്കിൽ ഭയങ്കര ഓരോരുത്തരും പുതിയ ആൾക്കാർ സിനിമയിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ സ്വപ്നം കാണും. നമ്മൾ ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. സത്യം ഞങ്ങൾ കണക്ട് ചെയ്യുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ എന്നെ 19-20 വയസ്സാകുമ്പോഴുള്ളിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. അവിടുന്ന് കൊച്ചിയിലേക്കെന്നോ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സെന്താണെന്നറിയോ, സിനിമയിൽ കയറാം, എനിക്ക് അഭിനയിക്കാം. അതാണ് നമുക്കങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ബോധമില്ല. നമ്മൾ +2 ഒക്കെ കഴിഞ്ഞ്
ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്ന കംപ്ലീറ്റ് ആയിട്ട് കണക്ട് ആവുന്നുണ്ട് പറയുന്നത്. അല്ലേ, നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അഭിനയിക്കാം എന്നുള്ളൊരിതാണ് വരുന്നത്. അപ്പം ഞാൻ എന്തോന്നും ചിന്തിക്കുന്ന കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിലത്തെ ആൾക്കാരെ നോക്കണം, ആ വീട്ടിലത്തെ കാര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ ജോലിയുണ്ട്, പിന്നെന്താ കൊച്ചുണ്ട്, അങ്ങനത്തെ ഒന്നും ഒരു കാര്യം ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മാത്രമാണ് അത് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പം അവർ പറഞ്ഞു അവരും ഭയങ്കര സപ്പോർട്ട്, പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ പോയിട്ട് ഡിഗ്രിക്ക് അവിടെ ചേർന്നു, കോളേജിൽ പഠിക്കാൻ ചേർന്നു. പിന്നെ പഠിത്തവും അത് കഴിഞ്ഞ് 1 വർഷം ആവുന്നതിന് മുന്നേ കുഞ്ഞായി. അപ്പം അവൻ്റെ പഠിത്തം, വീട്ടിലത്തെ കാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ഒരു സ്ട്രഗിളിങ് ലൈഫായിരുന്നു. അതിനിടയിൽ കൂടെ സീരിയലും ഉണ്ടായിരുന്നു കേട്ടോ. 2015 ആയപ്പോഴത്തേക്കും ഞാൻ ചാനലിലേക്കൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങി. ആ സമയത്ത് ഹസ്ബൻഡും നല്ല സപ്പോർട്ടായിരുന്നു, അഭിനയിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സപ്പോർട്ടായിരുന്നു. അവരും അമ്മയൊക്കെ ആണെങ്കിൽ നല്ല തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു, അഭിനയിക്കാനൊക്കെ പോയി. അങ്ങനെ കുറച്ചായിട്ട് പക്ഷെ ഇപ്പോഴും നമ്മൾ അന്ന് കണ്ട സ്വപ്നം ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും സ്വപ്നം കാണുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ലാലേട്ടനോടും മമ്മൂക്കയോടും ചോദിച്ചപ്പോൾ അവരിപ്പോഴും ഈ പ്രായത്തിലും പിന്നെയും സിനിമകൾ ചെയ്തോണ്ട്, ഇത്രയും സിനിമകൾ ചെയ്തിട്ടും ഇപ്പോഴും അവർക്ക് സ്വപ്നമായിരിക്കും. അതെ, അവർക്ക് അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ പോകും. പ്രോഗ്രസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ എത്ര നാളെ നിങ്ങൾ രണ്ടുപേരും ശരിക്കും കമ്പനി ആയിട്ട്? 3 years. 3 years. ഓക്കെ. നിങ്ങൾ കമ്പനി ആയത് എങ്ങനെയാണ്? രണ്ടുപേരും രണ്ട് സാഹചര്യത്തിൽ നിന്ന് വന്നു, ഒരേപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ രണ്ടും കൊച്ചിയിലെത്തി. ഇനി എങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടി? ഞങ്ങൾ സീരിയൽ ലൊക്കേഷനിലാണ് കണ്ടുമുട്ടുന്നത്. സൂര്യ സീരിയൽ ആർട്ടിസ്റ്റ് ആണ് ഓൾറെഡി. ഞാൻ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ഞാൻ ലാസ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ചെയ്ത വർക്കിലാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു കണ്ടുമുട്ടുന്നത്. അവിടെ ആ സമയത്ത് ഞാൻ ഇതുപോലെ എൻ്റെ ആദ്യത്തെ ഫ്ലാറ്റിൽ നിന്ന് മാറി, ഞാൻ കൊച്ചി ഇങ്ങനെ കാലുറച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്പേസിൽ നിന്ന് മാറി അടുത്തൊരു സ്പേസിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റൊക്കെ 2 ഷെയർ ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ വേറൊരു വിഷയം, ഞാൻ ഒരുവിധം മനുഷ്യന്മാരോടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാത്തൊരു നല്ല സ്വഭാവക്കാരിയാണ്. എനിക്ക് ആളുകളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് കൊണ്ടിട്ടാൽ ഞാൻ എത്ര കാലം വേണമെങ്കിൽ ജീവിക്കും. അതൊക്കെ ഞാൻ റീസെന്റ് റിയലൈസ് ചെയ്ത ഫാക്ടേഴ്സ് ആണ് കേട്ടോ. എന്നോടാന്ന് തോന്നുന്നു ഇത്രയും ഇതായിട്ട് കംഫർട്ടബിൾ. അതിതാ കാര്യം, ഒന്ന് അവിടെയാണോ ഒന്ന് ഇവിടെയാണോ ബന്ധമൊന്നുമില്ലല്ലോ. സ്വഭാവത്തില് മനസ്സിലായി കൂട്ടിയിടിക്കുന്ന പ്രശ്നം വരുന്നില്ല, വഴക്കുണ്ടാവേണ്ട സിറ്റുവേഷൻ ഇല്ല, വരില്ല. ഒരാൾ ഒരു സ്ഥലത്ത് ഹൈ നിൽക്കുകയാണെങ്കിൽ മറ്റേ ആൾ അപ്പൊ അവിടെ ലോ ആയിരിക്കും, അത് തിരിച്ചുമായിരിക്കും. ആ ഒരു മറ്റേ നമ്മള് പസിൽസ് ഫിക്സ് ചെയ്യുന്ന പോലെയാണ്. കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ഞാൻ ലൊക്കേഷനിലും കമ്പനി അങ്ങനെ കൂടാത്തൊരു ടൈപ്പാ ആരെടുത്തും. ഞാൻ ഏതെങ്കിലും മൂലയ്ക്ക് ഒന്നുകിൽ എൻ്റെ ഫോണിലായിരിക്കും, അന്ന് അടച്ചക്കര ഷൂട്ടും എഡിറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയം, ഒന്നുകിൽ അതിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വല്ല ബുക്കും വായിച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കിളി പോയിരിക്കും. ആദ്യ സമയം ഞാൻ ഉൾബോധത്തിലല്ല ഉണ്ടാവാറ്. ചുറ്റും നടക്കുന്നത് അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവളെയും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ആ സമയത്ത് ഫ്ലാറ്റ് മാറുന്നു, ഫ്ലാറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഞാനിങ്ങനെ എല്ലാവരും നോക്കുന്നത്, ഇവിടെ എത്ര ആളുണ്ട്, ആരൊക്കെയാണ്. അപ്പൊ ഇവളിങ്ങനെ മാറുന്ന കാര്യം. സൂര്യ ആണെങ്കിൽ പഠിപ്പിച്ച എന്റെ സ്കൂളിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്, ആലുവ. അപ്പൊ എനിക്ക് സ്കൂളും ഞാൻ താമസിക്കുന്ന സ്ഥലവും അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ബന്ധം എന്ന് പറയാൻ. അവിടെ നിന്ന് ഇറങ്ങും ഇവിടെ വരും, ഇവിടെ നിന്ന് ഇറങ്ങും അവിടെ പോകും. ജീവിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. 5 മിനിറ്റ് പോലും നടക്കാനില്ല സ്കൂളിലേക്ക്. ആകെ ഇത് മാത്രമാണ് ലൈഫ്. അങ്ങനെയായിരുന്നു. അഭിനയിക്കാൻ വരും. അഭിനയിക്കാൻ വന്ന ആരുമായിട്ടും ഒരിതില്ല, അടുപ്പില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം നല്ലോണം സംസാരിക്കും. അവർക്ക് നന്നായി ബിഹേവ് ചെയ്യാൻ അറിയാം എല്ലാവരുടെ അടുത്തും. ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ അടുത്ത് ചിരിച്ച ഒരു വിശേഷം ചോദിക്കാൻ ഇവർക്ക് അറിയാം. ഞാൻ മറ്റേ അനിയത്തി പ്രാവലെ ഹലോ അതിനപ്പുറം ഒരു വാക്ക് എനിക്ക് കിട്ടില്ല. അപ്പം ഇവിടെ പക്ഷെ സംസാരിക്കുമെങ്കിലും അങ്ങനെ കമ്പനിയായി അങ്ങനെ പോവില്ല എന്നേ ഉള്ളൂ. ബാക്കി ഇതൊക്കെ അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് വളരെ ഹമ്പിൾ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ ഞാൻ എടുത്തോണ്ട് പോയിട്ട് എടി ഇങ്ങനൊരു ഫ്ലാറ്റ് ഉണ്ട്, നീ വരുന്നോ, അവിടെ നിക്കാം. ഫ്ലാറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അന്ന് ഞാൻ എന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുക, ഞാൻ അടുത്ത സ്പേസ് നോക്കുന്നു, നമുക്ക് ഒന്നിച്ച് നോക്കിയാലോ എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിറ്റേന്ന് ബാഗ് കൊടുത്ത് ഞാൻ അപ്പൊ താമസിക്കുന്ന ഫ്ലാറ്റിൽ എന്റെ റൂമിൽ വന്ന് കിടന്നു. ഞാൻ ഇതെന്ത് സാധനം, ഞാനാണെങ്കിൽ റൂം ബെഡ് ഞാൻ ഒരു മനുഷ്യനായിട്ട് തമാശക്ക് ചോദിച്ചു. അവൾക്ക് ഹോസ്റ്റലിന് ഇറങ്ങാനായി. അപ്പൊ അടുത്തൊരു സ്പേസ് കാണും, ഞാനും സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുക. അന്ന് അപ്പൊ ആ സമയത്ത് തന്നെ അവള് വന്ന് ഞാൻ അപ്പൊ താമസിക്കുന്ന ഫ്ലാറ്റിൽ എൻ്റെ കൂടെ വന്നു. വെരി ഫ്യൂ ഡേയ്സിൽ തന്നെ ഞങ്ങൾ അടുത്ത സ്പേസ് കണ്ടുപിടിച്ചത് ഞങ്ങളുടെ തൊട്ടടുത്ത ടവർ തന്നെയായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഐശ്വര്യമാണ്. ഞങ്ങൾക്ക് പറയുമ്പോൾ ഞങ്ങൾ ഏറ്റവും ഹാപ്പിയസ്റ്റ് പ്ലേസ് ആണ്. അത് എങ്ങനെ അങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. അവിടെ കയറിയപ്പോൾ തൊട്ട് പിന്നെ അങ്ങോട്ടല്ല ഓണാണ്. അങ്ങനെ ഞാൻ പറയുന്നില്ല, ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സന്തോഷമാണ്. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ?
എവിടെ പോയാലും ഞങ്ങൾക്ക് തിരിച്ച് അവിടെ വരണം. ഓക്കെ, സ്റ്റേ ചെയ്യുന്നത് നിങ്ങൾ രണ്ടും മാത്രം, വേറെ ആരുമില്ല? അത് തന്നെ ഞങ്ങൾ മോസ്റ്റ്ലി ഒറ്റയ്ക്കാ. കാരണം ഒന്നുകിൽ ഇവള് ഷൂട്ട് എന്തെങ്കിലും പരിപാടി ഷൂട്ടും അതങ്ങനെ എന്തെങ്കിലും പോകും, അല്ലെങ്കിൽ ഇവള് ഞാൻ അങ്ങനെ ഫ്ലാറ്റിന്റെ അകത്തിരിക്കുന്ന വീടിന്റെ അകത്ത് ഒരു ദിവസം ഒരു തവണയും പുറത്തിറങ്ങിയില്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന ആളാണ് ഞാൻ. പിന്നെ ഞാൻ പോയി കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേക്കും ഇവള് ചിലപ്പോൾ റൂമിൽ കയറി മെഡിറ്റേഷനോ ഉറക്കോ അധികവും ഇതാ പരിപാടി. നിങ്ങളുടെ ഷൂട്ട് നടക്കുന്ന സ്പേസ് നിങ്ങളുടെ ഫ്ലാറ്റ്? ഞങ്ങളുടെ ഫ്ലാറ്റ് തന്നെ. ഓ, അത് അടിപൊളിയാട്ടോ. രാവിലെ ആയി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോണം. എനിക്ക് ഭയങ്കര എവിടെങ്കിലും ഒന്ന് പോണോന്ന്. എനിക്ക് പിന്നെ ഡിപ്രഷനാ. പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു 2 സാധനം വാങ്ങിച്ചോണ്ട് വരണം. വെറുതെ ഷോപ്പിംഗ് ആണ് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇപ്പം എന്താ എന്തെങ്കിലും ഡിപ്രഷൻ ഒക്കെ വന്നിരിക്കുകയാണെങ്കിൽ പോലും ഡിപ്രഷൻ വേണ്ട, അങ്ങനെ സങ്കടമാണ്. എന്തെങ്കിലും വിഷമത്തിൽ ഇരിക്കുകയാണെങ്കിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞാൽ മതി. അവള് പോവും. ഇല്ല, ചിലപ്പോൾ ഞാൻ വാങ്ങിക്കില്ല. ഞാൻ ഇതിന്റെ സ്റ്റോറീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികൾ ടെൻഷൻ എങ്ങനെ മാറ്റാനുള്ള വഴി, ചേച്ചി എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുകിൽ ഫോറം മാൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലുലു എങ്കിലും പോയിട്ട് ഒന്ന് കറങ്ങുക, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക, എന്നിട്ട് പൈസ ഇല്ലെങ്കിൽ അത് അവിടെ എവിടെയെങ്കിലും സൈഡിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ തിരിച്ചു ഞാൻ അതുപോലെ അതേ സ്പേസിൽ തന്നെ കൊണ്ടുവയ്ക്കും. അത് വാങ്ങിച്ചൊരു സന്തോഷം എനിക്ക് കിട്ടും. സാധനങ്ങൾ കളക്ട് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ചിലപ്പോൾ ഞാൻ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കും. ലുലുവിൽ ഓഫറൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര എമൗണ്ടിന് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്ന കാര്യമൊക്കെ പറയത്തില്ലേ, അപ്പൊ ആദ്യം നോക്കുന്നത് അവിടെ എവിടെയെങ്കിലും മാൾ ഉണ്ടോന്നാ നോക്കുന്നത്. നിനക്ക് ഇവിടെ ഉള്ള മാളൊന്നും പോരല്ല, ഇനി അവിടെ പോട്ടോ. അവിടെ നമ്മൾ ഇപ്പൊ ഇവരൊക്കെ ഒരു ട്രിപ്പ് മൂഡിൽ പോകുന്ന സ്ഥലം എനിക്ക് പ്രകൃതി രമണി വലിയ താല്പര്യമൊന്നുമില്ല. കാണാം എന്ന് വെച്ചാൽ അതിന്റെ അകത്ത് അങ്ങ് മുഴുകാനും എനിക്ക് പറ്റില്ല. എനിക്ക് അവിടുത്തെ സ്ട്രീറ്റുകള്, സ്ട്രീറ്റ് ഫുഡ്, ഷോപ്പിംഗ്, അവിടുത്തെ ഡ്രസ്സ്, സ്റ്റൈല്, സാധനങ്ങൾ, ഇവിടെ എവിടെയും കിട്ടാത്ത സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അത് കാണുക, അതും വാങ്ങിട്ട് തിരിച്ചവിടെ വെച്ചിട്ട് ഫോറമാണ് എന്റെ ഈ ലുലു മോളിലും ഫോറം മോളിലും വർക്ക് ചെയ്യുന്നവർക്ക് ഈ കുട്ടി വന്നാ ഒരു സാധനം വാങ്ങൂല, എല്ലാം ഇവിടെ തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. വാങ്ങിക്കും ഇല്ലാന്നല്ല, നല്ലോണം ഷോപ്പിംഗ്, ഞാൻ നല്ലോണം സ്പെൻഡ് ചെയ്യുന്ന ആളാ. വരവ് ഞാൻ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് പൈസ വരുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ ഞാൻ സ്പെൻഡ് ചെയ്യും. എനിക്ക് നല്ല, എനിക്ക് ചുറ്റുള്ളവർക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതില്ലാത്ത സമയം ഞാൻ സ്ട്രഗിൾ ചെയ്ത സമയങ്ങൾ ഒരുപാടുണ്ട് പൈസ ഇല്ലാതെ. അന്നേരം ഇതാണ് പരിപാടി. പോവും, നോക്കും, വെക്കും, തിരിച്ചു വരും. ഓക്കെ, നമുക്കിനി നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. അതാണ് നമ്മുടെ ഇനി അടുത്തൊരു മെയിൻ ഫാക്ടർ. ഈ കണ്ടന്റ്, ഈ പറഞ്ഞ സൂര്യചിയുടെ സംഭവം എടുക്കാൻ നേരത്തെ ഈ കോൺസെപ്റ്റ്, സ്ക്രിപ്റ്റ്, ഇതൊക്കെ ആരാ ബേസിക്കലി ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരിൽ? ഇത് എൻ്റെ ആണ്. കോൺസെപ്റ്റും കഥയും സ്റ്റോറിയും സ്ക്രിപ്റ്റും ഡയലോഗ്സും എല്ലാം. പ്രത്യേകിച്ചും ആ ക്യാരക്ടറിന് എനിക്ക് എൻ്റെ നാട്ടിലുള്ള ഒരു ചേച്ചിയായിട്ടാണ് ഞാൻ അതിനെ പോർട്രേ ചെയ്തത്. പറഞ്ഞ് ഡയലോഗ്സ്, ഈവൻ മലപ്പുറം ഭാഷ പിടിക്കണം. എനിക്ക് പക്ക മലപ്പുറം ഭാഷയൊന്നും ഇല്ല. വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ വരുമായിരിക്കും, പക്ഷെ എന്നാലും അങ്ങനെ വരാറില്ല. മലപ്പുറത്ത് തന്നെ പല റീജിയണിൽ പല രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം സൂര്യേച്ചി അങ്ങനെ സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ കുറെ എഴുതി കുറെ ഇവളെ കൊണ്ട് പറയിച്ച് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇവക്ക് കണ്ണൂരത്തെയും കുറച്ച് കയറി വരും. ഇവക്ക് ബേസിക്കലി പത്തനംതിട്ട എവിടുത്തെ ഭാഷ അങ്ങനെ ചേർന്ന ഒരു സാധനമാണ് ഞങ്ങളുടെ സൂര്യേച്ചി. പക്ഷെ എന്നാലും കേൾക്കുന്നവർക്ക് ഇത് ഏതോ നാട്ടിലെ ഒരു ഭാഷയാണെന്ന് ഗ്രാമത്തിൽ നിന്ന് വന്ന നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ ആ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ സംസാരിക്കണം, ഈ സമയത്ത് ഇങ്ങനത്തെ ആക്ഷൻ ഇടണം, ഇങ്ങനെ കാണിക്കണം, ഇതൊക്കെ എനിക്ക് കറക്റ്റ് സൂര്യ അങ്ങനെ ചെയ്യണം നിർബന്ധമാണ്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷെ അതല്ലാതെ ഞങ്ങള് ലോൾ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഞങ്ങൾ തുടങ്ങിയിട്ടാണ് ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി 4 പേരാണ് ആസ് എ ടീം ഈ കണ്ടന്റ് ക്രിയേഷനിലുള്ളത്. ഞങ്ങൾ 2 പേരും, ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. പ്രമോദേട്ടൻ, ഷിജാസ് എന്ന് പറഞ്ഞിട്ട് അതിൽ കാണുന്ന 2 ആളുകള്. ഷിജാസ് അതില് അവൻ ഈ പറഞ്ഞ പോലെ ഒരു സകലകലാവല്ലഭനാണ്. എഴുത്തും ഡയറക്ഷനും എല്ലാം ഉള്ള. അവൻ ഭയങ്കര ഒരു ബ്രേക്ക് എടുത്ത്, ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊക്കെയാ. അവൻ AD ആയിരുന്നു, കുറച്ച് ഒന്നിച്ച് വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ അവനൊരു ഭയങ്കര ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന സമയത്താണ് ഈ സൂര്യേച്ചി എന്ന് പറഞ്ഞ സംഭവം ഞങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. അന്ന് ഇവരൊന്നും ഇല്ല. രണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തു, അവരും കൂടെ ജോയിൻ ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് എഴുതണം നിർബന്ധമാണ്. എത്ര ചെറിയ കണ്ടന്റ് ആണെങ്കിലും എഴുതി വെക്കണം നിർബന്ധം. അപ്പൊ ഞാൻ ബുക്കിൽ സുരേഷിന്റെ എപ്പിസോഡ്സ് ഒക്കെ എഴുതി ഇങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്യണം. എന്താ ചെയ്യണമെന്ന് എനിക്ക് വെക്കുക അറിയില്ല. ഞങ്ങൾ 2 പേരും തന്നെ ഉള്ളൂ. ക്യാമറ ചെയ്യാൻ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സച്ചു അല്ലേ നമ്മുടെ ആദ്യം ചെയ്തത്. ഞങ്ങളുടെ ഫസ്റ്റ് തൊട്ട് സച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു ഫ്രണ്ടാ. അവന് ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ടായി. അവനാണ് ചെയ്തു തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾ 3 പേരും നിൽക്കും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, കുറച്ച് നന്നായി ചെയ്യണം എന്നുള്ള പ്ലാനിൽ ചെയ്തു തുടങ്ങിയ. അന്നേരം ഇവൻ ഷിജാസ് വർക്ക് ചെയ്യുന്നതാണ്, അതിൻ്റെ തിരക്കും സ്ട്രെസ്സും ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ അവന് ഇതിലേക്ക് തിരിയാൻ ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അവനിങ്ങ് വന്ന് ബുക്ക് അങ്ങ് വായിച്ചൊരു റെഡ് പെന്നും വാങ്ങിച്ച് സീനൊക്കെ ഇതെടുക്കാം, കട്ട് ചെയ്യുന്നു. അപ്പൊ അക്ക ഏടിയായി അവൻ അങ്ങ് പെട്ടെന്ന് അവൻ്റെ ആ വർക്കിലേക്ക് ഇങ്ങ് തിരിച്ചു വന്ന് അന്ന് ജോയിൻ ആയതാ. അപ്പൊ ഞാനൊരു ഇതാണ് ഈ എപ്പിസോഡിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എഴുതാനിരിക്കുമ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ 2 പേരുടെയും ഉണ്ട്. ഷിജാസിന്റെ നല്ലോണം ഉണ്ട്. അവൻ പെട്ടെന്ന് ചടപടയുന്ന കോമഡി സാധനങ്ങളും കൈ നിർത്തുന്ന ആളാണ്. അപ്പൊ അവന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്തെന്ന് ഞാൻ ഒരിക്കലും പറയുന്ന ഒരു സാധനമല്ല സൂര്യേച്ചി.
ഈവൻ ഫസ്റ്റ് സീസൺ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സീസൺ കുറച്ചുകൂടെ നമ്മൾ തന്നെയാണ് കൂടുതലും കണ്ടന്റ് ഒക്കെ എഴുതിയത്. ഇവളുടെ തന്നെ സ്വന്തം മണ്ടത്തരങ്ങളൊക്കെയാണ് നമുക്ക് പറയാം. എനിക്ക് അതിനേക്കാളും പേഴ്സണലി ഇഷ്ടമുള്ള സാധനമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സൂര്യേച്ചിയുടെ സെക്കൻഡ് സീസൺ. ഫസ്റ്റ് സീസൺ ഫുള്ള് ഞങ്ങളുടെ രണ്ടുപേരുടെയും അവളുടെ മണ്ടത്തരങ്ങളും ഞങ്ങൾ രണ്ടുപേരും ഓബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സീസണിൽ ഒരു സ്റ്റോറി ഉണ്ട്, അവരുടെ ഇൻവോൾവ് ആയിട്ട് സ്റ്റോറി ബേസിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ട് പോകുന്നു. ഞങ്ങൾക്ക് കുറച്ചുകൂടി അഭിനയിക്കാനും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടർ സൂര്യേച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയും കുറച്ചുകൂടെ ഡീപ്ലി കാണിച്ചു കൊടുത്തത് ഈ സീരീസിലാണ്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ ആ ഒരു സൂര്യേച്ചിയുടെ എന്തെങ്കിലും ഒരു പോർഷൻ ഇപ്പം കാണിക്കാൻ പറ്റും? അല്ല, നിങ്ങളുടെ ഇപ്പൊ ഡ്രസ്സിൽ തിരിഞ്ഞു ഡ്രസ്സിൽ തിരിഞ്ഞു അല്ല, ആ ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ അതേ ടോൺ പിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും. ശ്രീലക്ഷ്മിക്ക് കുറച്ച് ഇതായിട്ട് നിൽക്കുന്ന ക്യാരക്ടറാണല്ലോ, അപ്പം സൂര്യേച്ചി ആയിട്ടും. എന്തേ തട്ടിയോ? തട്ടി. മുഴുവൻ തട്ടിയോ? എന്തേ എന്തേലും വേണ്ടേനോ? അയ്യോ, നിങ്ങൾ എന്നെ ഈ ഫ്ലാറ്റിൽ നിന്ന് ഒഴിപ്പിക്കോ? അയ്യോ, അത് നമ്മളെന്തിനാ ഒഴിയണേ? 18 നിലയിൽ ഒഴിപ്പിക്കണ്ടേ? എന്ത്? മോളല്ലേ പറഞ്ഞേ 18 നിലയിൽ ഒഴിപ്പിക്കണമെന്ന്. അയ്യോ, മാക്സിമം ശ്രമിക്കാട്ടോ. കേട്ടോ, ഞാനത് വീഡിയോ കണ്ടിട്ട് നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അതൊക്കെ ആലോചിച്ച് പോയി. കാര്യം അന്ന് ആ വീഡിയോ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നില്ലല്ലോ ഇതിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുമെന്ന്. ഞാൻ പെട്ടെന്ന് അത് ആലോചിച്ചു. ഓക്കെ, കൊള്ളാം. ഓക്കെ, ഞാൻ ഇനി കൊച്ചു വയ്ക്കുന്ന ക്വസ്റ്റ്യൻസിനെ ജസ്റ്റ് ഇങ്ങനെ ടക്ക് ഉത്തരം പറഞ്ഞു പോകില്ലേ? അത് പണി കിട്ടാൻ സാധ്യതയുള്ള സാധനം. അങ്ങനെ പോകാം നമുക്ക്. ഇല്ല, ഞാൻ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് ചോദിക്കുന്നതല്ല, ചുമ്മാ റാൻഡം ആയിട്ട് ചോദിച്ചു പോകാം. ചിലപ്പോൾ 2 ചോദ്യം കഴിയുമ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ തീർന്നു പോകും. എന്നാലും കുഴപ്പമില്ല, ചോദിച്ചു പോകാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നിങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ ഡയലോഗ് തെറ്റിക്കുന്ന ആരാ? സൂര്യ. അക്സെപ്റ്റ് ചെയ്തോ? പിന്നെ ഞാനിക്കാ കൂടുതൽ ഡയലോഗുകളെ എഴുതുന്ന ഞാനാണല്ലോ, ഞാൻ പിന്നെ പാടായിരിക്കും. ഞാൻ പെട്ടെന്ന് മറക്കൂല. പിന്നെ ഒന്നാമത് മലപ്പുറം ഭാഷ, എന്റെ ഭാഷ കേട്ടില്ലേ? ഞാൻ കണ്ണൂരാണെങ്കിൽ വരെ എനിക്ക് കണ്ണൂർ ഭാഷ അറിഞ്ഞൂടാ സത്യം പറഞ്ഞാ. അവർക്ക് സ്വന്തമായിട്ടൊരു ഭാഷയില്ല, എല്ലാം കൂടെ എല്ലാം മിക്സ്ഡാ. പഠിച്ചത് പിന്നെ കുറച്ചാൾ പത്തനംതിട്ട പഠിച്ചു, പിന്നെ കണ്ണൂര്, പിന്നെ എൻ്റെ അച്ഛൻ്റെ നാട് മലബാർ, ഈ നാടന്മാരും ഉണ്ട്, തിരുവിതാംകൂറിനും എല്ലാം കൂടെ മിക്സ് ആയിക്കോളാം. പിന്നെ മെയിൻ അവളല്ലേ ഈ 2 സീസണിലും. എന്റെ ക്യാരക്ടർ ശ്രദ്ധിച്ചറിയാം, ഞാനത് എഴുതിയിട്ടുമില്ല, ആ ക്യാരക്ടറിന് ഞാനൊരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല. അത് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ഇതിന്റെ ഇടയിൽ നിന്ന് വന്നിട്ട് ഞാൻ ആ കോളത്തിൽ അങ്ങ് നിന്നിട്ടാണ് അത് ചെയ്തിട്ടില്ല. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, അത്രയും ഈ ക്യാരക്ടറിനാണ് ഇമ്പോർട്ടൻസ് ചെയ്യാനുള്ളതും. അപ്പൊ കുറച്ച് പണിയുണ്ടാവും. ഓക്കെ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആരാ? ക്യാരക്ടറിലാട്ടോ നിങ്ങൾ രണ്ടുപേരിലും? ഇവള് പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പൊ അത്രയില്ലല്ലോ, ഞാൻ നന്നായി. ഓക്കെ, ഫുഡി ആരാ? കണ്ടാലൊന്നും മനസ്സിലാവുന്നില്ല. കണ്ട അങ്ങനെയല്ല, അങ്ങനെ ഒളിച്ചു വരി തിന്നുന്നല്ല, നമുക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ഫുഡ് കഴിക്കുന്ന ആളാണ്. ഭയങ്കര ഇഷ്ടം, ഞാൻ ഇഷ്ടത്തിലാ കഴിക്കാൻ. കഷ്ടപ്പെട്ട അങ്ങനെ വ്യത്യാസം. ഇവൾക്ക് ഫുഡ് വേണ്ട, എനിക്ക് ടെൻഷൻ വരുമ്പോ ഫുഡ് കഴിക്കണം. ഞാൻ ടെൻഷൻ വന്ന ഒറ്റ ഉറക്കാ, പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ 2 കിലോ കുറഞ്ഞിട്ടായിരിക്കും. അതൊക്കെ ഞങ്ങള് കണ്ടന്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ചിലപ്പോ ഈ റീൽ തന്നെ വരും റിലേറ്റബിൾ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. സൂര്യ നേരെ തിരിച്ചാ, ഭക്ഷണം നല്ലോണം ഭക്ഷണം കഴിക്കണം, എനിക്ക് മധുരമൊക്കെ പോയി നല്ലോണം കഴിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ പോയിട്ട് തപ്പ് മൊത്തം എന്തെങ്കിലും തിന്നാനുണ്ടോന്ന്, ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരെങ്കിലും വാരി കഴിക്കും. ഞാൻ എനിക്ക് അപ്പോൾ ക്ലോസ് ആവും മൊത്തത്തില്, വെള്ളം പോലും വേണ്ട. പിന്നെ ഞാൻ ഒറ്റ ഉറങ്ങി അങ്ങ് തീർക്കും, അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കും, എവിടെയെങ്കിലും ഇറങ്ങി നടക്കും. ഓക്കെ, കൂട്ടത്തിൽ മടിയുള്ളതാർക്കാ? ഞാൻ ബേസിക്കലി ഞങ്ങൾ രണ്ടുപേരും മടിയുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് പിന്നെ എന്നെ അറിയാം, എനിക്ക് കുറച്ച് മടിയുണ്ടെന്ന്. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു ഭയങ്കര ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അതിനകത്ത് ലീഡ് ചെയ്യുന്നവരായിരിക്കും? 2 രീതിയിലും രണ്ടുപേരും 2 രീതിയിലാണ്. ഞങ്ങൾ 2 രീതിയിൽ ഒരേപോലെ ചെയ്യുന്ന ആളുകളാണ്. ഞാൻ കുറച്ചും കൂടി ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഹാൻഡിൽ ചെയ്യും. ഇവള് കുറച്ചും കൂടി അല്ലാതെ ലീഡിങ് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണം, ഒരു കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവള് ചെയ്യും. അല്ലാതെ ഇമോഷണലി സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വരത്തില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോയിരുന്നു, കൂടുതൽ ലേറ്റ് ആയിട്ടെല്ലാം ചെയ്യുന്നവരാണ്, ലേറ്റ് കമർ എന്നൊക്കെ പറയുമല്ലോ, എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ. അങ്ങനൊന്നുമില്ല. അങ്ങനെയില്ല, ഞാൻ കുറച്ച് സ്പീഡാണ്. ഇവള് ഭയങ്കര സ്പീഡാണ് സംസാരിക്കുമ്പോഴും. ഞാൻ എല്ലാ കാര്യത്തിലും സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പുറകെ പിടിക്കാൻ കഷ്ടപ്പെടും, അതായത് എങ്ങോട്ടൊക്കെ കുറച്ച് സ്പീഡുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് കുറെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. നമ്മൾ അഭിനയിക്കാൻ വന്നപ്പോഴാണ് ഞാൻ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങി. ക്യാമറ ക്യാരക്ടർ ആകുമ്പോൾ പ്രശ്നം ഉണ്ടാവാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യും. അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ
സംസാരത്തിന് മാത്രമല്ല ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നതിനും എല്ലാത്തിനും ഭയങ്കര സ്പീഡുണ്ട്. അപ്പൊ ബാക്കി 3 പേരും ഒരേ സ്പീഡിലുള്ള ആളുകളാണ്. ഓക്കെ, കൂടുതൽ കുറച്ച് സെൻസിറ്റീവ് ആരാ? പെട്ടെന്ന് വിഷമം വരിക? ഞാനാണോ സെൻസിറ്റീവ്? നീ അല്ലേ? ഞാൻ സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു. രണ്ടുപേരും കുറച്ചും കൂടി കൂടുതൽ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, കുറച്ച് ചൈൽഡിഷ് ആരായിരിക്കും? ഞാൻ അത് തന്നെ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പൊ പിന്നെ ഞാൻ ബോൾഡ് ആരാന്ന് ചോദിക്കണ്ടല്ലോ അല്ലേ? ഞാൻ മൊത്തത്തില് എൻ്റെ വീട്ടിലാണെങ്കിലും ഞാനൊരു കുട്ടീനെ പോലെയാണ്, ഇവിടെ ആണെങ്കിലും ഞാനൊരു കുട്ടീനെ പോലെയാണ്. ഇവരൊക്കെ എന്നെ അങ്ങനെ കാണുന്നത്. അതായത് ഇവളിങ്ങനെ ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കണ പോലെ ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ കല്യാണം കഴിഞ്ഞ് വന്നേ പിന്നെ ഞാൻ എൻ്റെ ചിലവുകൾക്ക് വേണ്ടിയിട്ടും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒന്നും ഞാൻ ആരും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഫ്ലാറ്റിലാണെങ്കിൽ ഇവിടെയൊക്കെ സപ്പോർട്ട് ഉണ്ട്, വീട്ടിലാണെങ്കിൽ അവിടെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. ഒരു ഡിഫറെൻറ്റ് രീതിയാണ്. ഇപ്പം ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു ട്രിപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ വണ്ടി കയറുന്ന തൊട്ട് തിരിച്ച് ഫ്ലാറ്റിൽ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ കറക്റ്റ് മാപ്പ് എനിക്ക് വേണം. അത് ഞാൻ തന്നെ ചെയ്യാൻ വേണം. എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. വേറെ ആരെങ്കിലും പ്ലാൻ ചെയ്ത ട്രിപ്പിൽ ഷെഡ്യൂൾഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഷെഡ്യൂളായിട്ട് നടന്നോളുന്നില്ല. പക്ഷെ എനിക്ക് പ്ലാൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്ലാൻ ഉണ്ടാകും. അതുണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന സ്ഥലത്ത് ഇന്ന പോകണം, അവിടെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഞാൻ അതിന് റിസർച്ചൊക്കെ ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവളാണെങ്കിൽ എൻ്റെ കൂടെ വരുവാണെങ്കിൽ അവൾ നേരെ തിരിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാം. എനിക്ക് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഞാൻ എപ്പോഴും വീട്ടിലിങ്ങനെ ഇരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വീട്ടിലിരിക്കണം, കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഒത്തിരി ആൾക്കാർ കൂടി പിന്നെ ഒത്തിരി ആൾക്കാർ ക്രൗഡൊക്കെ ഉള്ള സ്ഥലത്ത് പോയി ഇരിക്കാനും അങ്ങനെ ഒന്നും നടക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഒത്തിരി ഷോപ്പിംഗ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ അപ്പം ഇവിടെ ട്രിപ്പൊക്കെ ഞാനിപ്പോൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം ഈ അടുത്ത് കുറച്ച് നാളായിട്ടേ ഉള്ളൂ. അത്ര നാളെ ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങത്തില്ല. ഇവര് തന്നെ എന്നോട് ചിലപ്പോൾ ഇപ്പോൾ പറയും, ഞാൻ ഒരുപാട് ദേഷ്യപ്പെടാറുണ്ട്, ഇങ്ങനെ ഇരിക്കണം, എന്തിനാ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഇവിടെ വന്ന് പുറത്തോട്ട് ഇറങ്ങ് എന്ന് പറയുമ്പോൾ എനിക്ക് എത്രയും മടിയായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അവളെല്ലാം ഇപ്പൊ ഞാനാണ് മൊത്തം കൊണ്ടുപോകുന്നുണ്ടാവുക. അപ്പൊ നമ്മളായിരിക്കും ഇവക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കുന്നത്. ഇവളിപ്പൊ ബഹിരാകാശത്ത് കൊണ്ടിട്ടാലും ഇവള് ചിലപ്പോൾ അവിടെയൊക്കെ നടന്നില്ല. എന്റെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും ചെറുപ്പത്തില് കേരളം കണ്ണൂർ അങ്ങേറ്റത്ത് കിടക്കുന്ന സ്ഥലമാണ്. കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരെ ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഒറ്റയ്ക്ക്. അത് രാത്രി 2 മണിയായിരിക്കാം 3 മണിയായിരിക്കാം അങ്ങനെയൊക്കെ ഞാൻ ട്രാവൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു പേടിയേ ഇല്ല. ഞാൻ ചെയ്യും, വേണ്ടി വന്ന് ചെയ്യും. അതാ വേണം. ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല, സിറ്റുവേഷൻസ് ഡിമാൻഡ് ചെയ്താൽ അത് ഞാൻ ചെയ്യും. അങ്ങനെ ഓക്കെ. നിങ്ങൾക്ക് 2 പേർക്കും കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവര് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെയാ? എൻ്റെ മക്കൾക്ക് 2 ട്വിൻസ് ആണ് എനിക്ക്, ഗേൾസ്. അവർക്ക് 5.5 വയസ്സായിട്ടുള്ളൂ. പിന്നെ ഒരു കുഞ്ഞും കൂടെ ഉണ്ട്, അനിയത്തിയുടെ മോളാണ്. ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് 3 പേരുടെയും കൂടെ നിൽക്കുന്നത്. അവർ 3 പേരും എൻ്റെ മക്കളാണ്. മമ്മ തന്നെയാണ് വിളിക്കുന്നത്. അവരുടെ അച്ഛനെയും അമ്മേനെയും അവളും എൻ്റെ മക്കളും ചേച്ചാ ചേമേന്നാണ് വിളിക്കുന്നത്. എൻ്റെ അച്ഛനെയും അമ്മേനെയും അമ്മ അച്ഛനാണ് വിളിക്കുന്നത്. അവരൊന്നിച്ചാണ് എല്ലാവരും താമസിക്കുന്നതൊക്കെ. അപ്പൊ അവരെന്റെ ഇപ്പം സൂര്യേച്ചിയാണ് അവർ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. സീരിയൽ ഞാൻ ഒരു 3-4 സീരിയലേ ചെയ്തിട്ടുള്ളൂ. അത് വീട്ടിൽ വെക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ട് അവരത് കണ്ടിട്ടില്ല. സൂര്യേച്ചി കാണും. ഞാൻ തന്നെ പോയിട്ട് ടിവിയിൽ ഭയങ്കര എക്സൈറ്റ്മെന്റാ. വീട്ടിൽ പോയപ്പോഴേ പിന്നെ അഭിനയിച്ച് കാണിക്കും. അവള് ചെയ്തതും അവളുടെ ഡയലോഗ്സ് ഒക്കെ കാണിക്കാം. അവർക്ക് അങ്ങനെ എല്ലാരെയും അറിയാം. അവർക്ക് പ്രമോദനെ ആണെങ്കിലും ഷിജാസിനെ ആണെങ്കിലും സൂര്യനെ ആണെങ്കിലും എല്ലാരെയും അറിയാം. അപ്പൊ ഞങ്ങളുടെ കണ്ടന്റ്സ് കാണുമ്പോൾ അവർക്ക് അങ്ങനത്തെ. സൂര്യയുടെ കുട്ടി എന്റെ മോൻ 10ാം ക്ലാസ്സിലാണ്. അത്ര നേരത്തെ ഉണ്ടായതാണ് കുട്ടിയ. അപ്പം എനിക്ക് ചെറുപ്പത്തിലേ അവന് ഭയങ്കര മെച്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിലും അവൻ എൻ്റെ അച്ഛനായിട്ടാണ് എപ്പോഴും നിൽക്കുക. മോളെ ചക്കര മുത്തേ അങ്ങനെ വിളിച്ചിട്ട്. എൻ്റെ അമ്മയാണ് അവൻ്റെ അമ്മ. ഞാനും എൻ്റെ ബ്രദറും അവനും ആങ്ങളെ പെങ്ങള് അങ്ങനെ ഫസ്റ്റ് ഒക്കെ ഫോൺ ചെയ്യുമ്പോഴേ മുത്തേ ഐ ലവ് യു ഉമ്മ. ആരുടെ ഈ നേരത്തെ മോന ഭയങ്കര നല്ല കാര്യമല്ലേ. ഫ്രണ്ടാണ് ഞാൻ. എപ്പോഴും ഭയങ്കര ഇതാണ്. ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കും. അപ്പം അമ്മ എന്തിനാ കരയുമ്പോ ഇങ്ങനെ നെറ്റിച്ചു കൊടുക്കുന്നത്, അതൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പോകും. എൻ്റെ അമ്മ ആങ്ങളെ എന്നെ ഭയങ്കരമായിട്ട് ഓരോ കാര്യം ക്രിറ്റിസൈസ് ചെയ്ത് ഇങ്ങനെ പറയും. അതുപോലെ തന്നെയാണ് ഇപ്പൊ മോനും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ വീട്ടിലൊരു കുട്ടിയാണ്. അവരെല്ലാരും അതേ കുട്ടിയായിട്ടാണ്. ശ്രീലക്ഷ്മിയുടെ മുടി ഒരു സംഭവമാണല്ലോ. മുടി വെട്ടുന്നത് ഇഷ്ടമല്ലാത്ത കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വഴക്ക് പറയുന്ന ആൾക്കാരുണ്ട് കമന്റ്സിലൊക്കെ. എന്തായിരുന്നു മുടി വെട്ടാനുള്ള കാരണം? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും മെസ്സേജിൽ പലരും ചോദിക്കുന്ന ഒരു സാധനം. മേ ബി ഇതോടുകൂടെ ചോദ്യം നിൽക്കുമായിരിക്കും. എനിക്ക് ചാറ്റ് ചെയ്യാൻ മടി ആയതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്ത കേട്ടോ. അല്ലാണ്ട് ഈ കഥ പിന്നെ എനിക്ക് താല്പര്യം ചിലരിടത്തൊന്നും ഈ കഥ മൊത്തം പറയേണ്ട താല്പര്യം തോന്നാറില്ല. ഞാൻ പൊതുവെ ഫോണിൽ ചാറ്റിങ് കുറവാണ്. എനിക്ക് മുടി എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. ഫുൾ ലെങ്ത്തിൽ തിക്നെസ് ഉള്ള മുടിയായിരുന്നു.
ടു ബി ഫ്രാങ്ക് എനിക്ക് അതൊന്ന് വെട്ടണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ഈ ലെങ്ത് വരും, പിന്നെ ഇവിടെ വെച്ച് വിട്ടു, അങ്ങനെ ചെയ്യുന്ന ആളാണ്. പക്ഷെ നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം ഞാൻ മുടി തൊട്ടിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ട്രിം ചെയ്ത് കൊടുക്കേ ഉള്ളൂ. അപ്പോൾ എനിക്കും ഒരു ചേഞ്ച് വേണം. എനിക്ക് മടിയാണ് മുടി കഴുകിക്കൊണ്ട് നടക്കാനൊക്കെ. അടച്ചക്കരയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് തമാശയായിട്ട്. അപ്പോൾ വെട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ ഞാൻ ചെയ്യില്ലായിരുന്നു. അത്രയും എനിക്ക് എല്ലാ ഭാഗത്തുനിന്നും ചെയ്യരുത്, മുടി കണ്ട് വർക്ക് വരുന്നുണ്ടാവും, അതുകൊണ്ട് ചെയ്യരുത്, ഭയങ്കര ഇതുണ്ടായിരുന്നു. പിന്നെ അത്രയും ആളുകൾ ഇല്ല, ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു സംഭവമല്ലേ. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ പ്രശ്നം വന്നു. 3 years ആയി തോന്നുന്നു അല്ലേ നമ്മുടെ ഫ്ലാറ്റ്? 2 വർഷം ആ 2 വർഷം ഭയങ്കര പ്രശ്നം വന്നു. പൊതുവെ ഞാൻ ഈ പൂച്ച 4 കാലിൽ വീഴുന്നു പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പല ജോലികൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എവിടെന്നെങ്കിലൊക്കെ വരാനുണ്ടാവാറുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലായി, കുറേ കടമൊക്കെ ആയി. അങ്ങനെ റെൻ്റ് അടയ്ക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിൽ പിന്നെ അടുത്ത് എനിക്ക് വിൽക്കാൻ ഇത് മാത്രമേ ഉള്ളൂ സേഫായിട്ട് കൊടുക്കാൻ പറ്റിയൊരു സാധനം. പക്ഷെ അത് ഞാൻ അങ്ങനെ ഒന്നും പൈസ കിട്ടുന്ന പ്രതീക്ഷയൊന്നും ചെയ്തതല്ല. ആ ഒരു ഭ്രാന്ത് പിടിച്ച മൊമെന്റിൽ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടു, ഐ എം പ്ലാനിങ് ടു സെൽ മൈ ഹെയർ, ഇൻട്രസ്റ്റഡ് ആളുകളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു 2 മാസം ഞാൻ ഉറങ്ങിയിട്ടില്ല, ഇവരും ഉറങ്ങിയിട്ടില്ല. അയ്യോ എൻ്റെ അമ്മ ചറവറ, ഞാൻ പറഞ്ഞ തള്ളാണ്. നമ്മുടെ വിവരമില്ലായ്മയും കൂടെ അതിലുണ്ട്, ഞാൻ മുഴുവൻ പറയാം. കാരണം ഫസ്റ്റ് തന്നെ ഇങ്ങനെ മെസ്സേജിന് റിപ്ലൈ വന്നു തുടങ്ങി ഭയങ്കരമായിട്ട്. ഏതൊക്കെയോ നാട്ടിൽ നിന്ന് ആളുകൾ മാം ആർ യു ഗോയിങ് ടു സെൽ യുവർ ഹെയർ, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ വാങ്ങിക്കാം, ഇത്ര തരാം അത്ര തരാം. പൈസ കോട്ട് ചെയ്ത് 10,000 തുടങ്ങി 1 ലക്ഷം, 5 ലക്ഷം, 15 ലക്ഷം, 50 ലക്ഷം. അപ്പൊ എനിക്ക് എന്തോ ഒരു അപാകത പോലെ, മുടിക്ക് എന്തിനാ അങ്ങനെ പറയണേ? അങ്ങനെ ഐ മീൻ ഞങ്ങൾക്ക് എനിക്ക് ഒരു വിവരമില്ല ഇതിനെക്കുറിച്ച്. ഞാൻ മുഴുവൻ പറഞ്ഞ വിൽക്കണോ വേണ്ടേന്ന് ആലോചിക്കാം. അപ്പൊ പിന്നെ ഞാൻ ഇതിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. എന്തിനാ ആളുകൾ അങ്ങനെ എന്നോട് പറയണം, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് സുഖം കിട്ടാൻ? 50 ലക്ഷത്തിന് ആരും എന്റെ മുടി വാങ്ങിക്കാൻ പോകുന്നത് എനിക്കും അറിയാം. അത് തുർക്കിന്ന് അവിടെ ചെല്ലണം. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, മുടി മാത്രമായിട്ട് വാങ്ങിക്കുന്ന വിഗ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അവർ മുടി വാങ്ങിച്ച് വിഗ് ഉണ്ടാക്കും, നമ്മൾ കട്ട് ചെയ്ത് അയച്ചാൽ മതി. ഇതല്ലാതെ ഒരു 2nd, 3rd കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ ഹെയർ ഫീറ്റിഷ് ആയിട്ടുള്ള ആളുകൾ. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് അന്നാണ്. മുടിക്കും ഫീറ്റിഷ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുള്ളത്. നമ്മുടെ മുടി കാണുമ്പോൾ സെക്ഷലി താല്പര്യം തോന്നുന്ന ആണുങ്ങൾ, പെണ്ണുങ്ങളുടെ എനിക്കറിയില്ല, ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലാൻ വരുന്നത് മീൻസ് അവർക്ക് മുടി പിടിക്കണം. ഞാനിങ്ങനെ പറയുന്നത് ശരിയാണെന്ന് പോലും എനിക്കറിയില്ല. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ടൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട്, മുടി പിടിച്ച് വലിക്കുക, മുടിയിൽ ഓയിൽ ചെയ്യുക, മുടി കോംബ് ചെയ്യുക. ഇതിന് ഒരു അധോലോകമുണ്ട്, ഒരു പാരലൽ വേൾഡ്. അവിടെ ഈ മുടിയുള്ള ഇത് എൻ്റെ പോലെ മുടിയുള്ള ഒരുപാട് കുട്ടികളുണ്ടല്ലോ മുടിയുള്ള, അവർക്കൊക്കെ ഒരുപാട് ഫാൻസും. നമ്മളൊക്കെ അവിടുത്തെ രാജ്ഞിമാരാണ്. ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. കുറച്ച് പേര് എന്നെ കോണ്ടാക്ട് ചേച്ചി ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ ഇതുവല്ലോ അറിയുന്നുണ്ടോ, നിങ്ങളുടെ മുടി വെട്ടുന്നൊക്കെ അവിടുത്തെ വിഷയം. അവർക്ക് ശ്രീലക്ഷ്മി മുടി കൊടുത്താൽ പോരാ, അവിടെ ചെല്ലണം. അതാണ് ഈ ലക്ഷങ്ങൾ പറയുന്നത്. ഒരു ടീം പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്ന് വെട്ടിക്കോളാം. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു എനിക്ക് ഹസ്ബൻഡൊന്നും കൂടി ഇല്ല. ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവും, നോ പ്രോബ്ലം, ഫാമിലി ഒക്കെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അവർക്ക് കോംബ് ചെയ്യണം, കട്ട് ചെയ്യണം, കൊണ്ടുപോകണം, അതിന് അവർ ഇത്ര ലക്ഷം തരാം. അപ്പൊ നമ്മൾ പിന്നെയും അതിലെന്തോ ഒരു അപാകത ഇല്ലേ. പിന്നെ കുറച്ച് ടീംസ് വന്നിട്ട് ഞാനിങ്ങനെ പഠിക്കുക എന്താ അവർ പറയുന്നത്. അപ്പൊ അവര് ചിലർ പറയും ഭയങ്കര ഡീസൻ്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവില്ല. ഞാൻ അങ്ങനെ അതിന്റെ പിന്നാലെ പോയതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അവർക്ക് കോംബ് ചെയ്യണം, ഓയിലിംഗ് ചെയ്യണം, വീഡിയോസ് എടുക്കാൻ സമ്മതിച്ചാൽ ഇത്ര ലക്ഷം, അങ്ങനെ. കാരണം ആ വീഡിയോ യൂട്യൂബിൽ നമ്മൾ വേറെ അറിയുന്നതോടെ നമുക്ക് പേടിയാവും. നമുക്കൊന്നും നമ്മൾ അറിയില്ല, ആരും അറിയുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് റീൽസ് ഒക്കെ ഇടാൻ തുടങ്ങിയപ്പം എന്റെ ഇതിൽ വന്നിട്ട് കമന്റ് ചെയ്യാനും എന്റെ മെസ്സേജ് അയക്കാനൊക്കെ തുടങ്ങി ശ്രീലക്ഷ്മിയുടെ ഹെയറിനെ പറ്റി. നമ്മൾ കുറച്ചുകൂടെ നിഷ്കളങ്കരാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ. അത്ര ബോധമില്ല. എനിക്കിതൊരു പുതിയ അറിവായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ കാണുന്ന പല ആൾക്കാർക്കും ഇതൊരു പുതിയ ഹെഡ് ഷേവിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്രേസ് ആണ്. അപ്പൊ ഈ തുർക്കിന്ന് കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞ ആൾക്ക് പുരികമൊക്കെ ഷേവ് ചെയ്യണം അത്ര. എനിക്ക് എന്തോ പോലെ വരുന്നു. 50 ലക്ഷം തന്ന മുടിയും പുരിയും ഷേവ് ചെയ്ത് കൊടുത്താൽ 50 ലക്ഷം തരുമെങ്കിൽ സെറ്റിൽ ആയാലോ എന്നൊക്കെ നമ്മൾ ആയിരിക്കും. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം വേറെ ഏതൊരു വിഗ്നല്ലല്ലോ. അങ്ങനെ എല്ലാവന്മാരോടും വേണ്ട, വീട്ടിൽ വന്ന് പിടിച്ചു വെട്ടണ്ട, ഞാൻ വെട്ടി അങ്ങ് തന്നത് വാങ്ങാൻ സൗകര്യമുള്ള ആരാന്നുള്ളത് 70,000 ഞാനത് കൊടുത്തത്. ഞാൻ ഇവിടുത്തെ ഒരു പാർലറിൽ പോയിട്ട് ഞാൻ തന്നെ മുടി പിരിച്ചിട്ട് കട്ട് ചെയ്യിച്ച് അത് ഞാൻ ഇവിടുന്ന് പാക്കറ്റിലാക്കി അങ്ങ് അയച്ചു. ഇങ്ങോട്ട് ആരും വരും വേണ്ട, മുടി തൊടുകയും പിടിക്കാൻ കട്ട് ചെയ്യുന്നു വേണ്ട, ഞാൻ അങ്ങ് തരാം. അതവര് എന്റെ ഏട്ടത്തേക്ക് ഇത്രയും മുടിയുണ്ട്, എനിക്കിതൊന്ന് കാണണം. 70,000 വെച്ചിട്ടുള്ള വിഗിന് നല്ല വിലയുണ്ട് ആണല്ലേ. ആ എന്റെ മുടി വെച്ചാൽ അവർക്ക് ഒരുപാട് വിഗ് ഉണ്ടാക്കാൻ പറ്റും. അല്ല ഇപ്പൊ നോർമലി കടയിൽ പോയിട്ട് നമുക്കൊരു വിഗ് വേണം, അടിയിലിടുന്ന ഒരു ചെറിയ ക്ലിപ്പ് പോലത്തെ സംഭവം ആണെങ്കിൽ ശരിയാ നല്ല റേറ്റാ. അയ്യോ, ഇനി ഇത് വീണ്ടും വളർത്തി വീണ്ടും വെട്ടാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ എന്നെയും കൂടെ അറിയിക്കും. ഞാനും ഇതിൽ ജോയിൻ ചെയ്യാൻ. ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കുറച്ച് മുടിയൊക്കെ നീട്ടി ഇങ്ങനെയൊക്കെ നടക്കുന്നത്.
നമ്മളെ സ്വന്തം നമ്മൾ വേറെ എന്തെങ്കിലും ഫീൽഡാ നമ്മുടെ ലുക്ക് വൈസ് നമുക്ക് അതൊന്നും ബാധിക്കുന്നതെന്നല്ലെങ്കിൽ എപ്പോഴോ ഞാനിത് വളരെ ഷോർട്ടാക്കി. ഞാൻ ഷോർട്ട് ഹെയർ ഇഷ്ടപ്പെടുന്ന ആളാണ്. ലോങ് ഹെയർ വിഗ് വയ്ക്കാലോ വേണമെങ്കിൽ തോന്നുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, കുറേ സംസാരിച്ചു. നമുക്കൊരു കുട്ടി ഗെയിമും കൂടെ കളിച്ചിട്ട് നമ്മുടെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത് പിടിച്ചോ. ഈ കപ്പിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇനി ഞാൻ പറയാം. അതിൽ കുറച്ച് ഡയലോഗ്സ് ആണ്, മൂവി ഡയലോഗ്സ് ആണ്. ഏതാ സിനിമ എന്നൊന്നും ചോദിച്ചേക്കരുത്. സിനിമ ഒന്നും ചോദിക്കുന്നില്ല, നിങ്ങളത് അഭിനയിച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം ശ്രീലക്ഷ്മിക്ക് ഇടുന്ന ഡയലോഗ് ശ്രീലക്ഷ്മി അഭിനയിക്കുക, സൂര്യക്ക് ഇടുന്ന ഡയലോഗ് സൂര്യ അഭിനയിക്കുക. വെരി സിമ്പിൾ. നിങ്ങളുടെ രണ്ടുപേരുടെയും അഭിനയ മികവ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞെടുത്തു. ഓക്കെ, ആദ്യം ശ്രീലക്ഷ്മി തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടിക്കുകയായിരുന്നു. അടിപൊളി. ഇത് കുറച്ച് മുമ്പ് നമ്മുടെ ഇന്റർവ്യൂവിൽ നമ്മളിത് കേട്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഡാൻസിനും പാട്ടിനും ഒക്കെ മിടിക്കുകയായിരുന്നു. അത് തന്നെ വന്നിട്ടുണ്ട്. ശരിയല്ലേ? പോരട്ടെ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടിക്കുകയായിരുന്നു. സംഘഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാനൊക്കെ വിളിച്ചതാ. അന്ന് ഇത്ര വണ്ണമൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്ന് എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയണം. എനിക്കറിഞ്ഞൂടാ. ഈ ഡയലോഗ് മുഴുവൻ നേരത്തെ നമ്മൾ കേട്ടായിരുന്നു. അതുപോലെ കിട്ടി. ഞാൻ പറ മറ്റേ ഡയലോഗും കറക്റ്റാ. എനിക്ക് പൂറ്റി വരെ മുടി ഉണ്ടായിരുന്നു. ഏത് കിട്ടിയാലും ശ്രീലക്ഷ്മിക്ക് കറക്റ്റ് ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് സൂര്യയുടെ കാണാം. വേണോന്നോ? എന്റെ വേണോ? എന്തായാലും മതി. അതും ഞങ്ങളെ സൂന്ന വിളിക്കുന്നത്. എല്ലാരും സൂന്ന വിളിക്കുന്നത്. സൂര്യ. ഓ ശരിയല്ലേ? എന്റെ ഫേവറേറ്റ് ആൾക്കാരൊക്കെ എന്നെ സൂസൂത കണ്ടോ കണ്ടോ. ഇതെല്ലാം ഞാൻ നേരത്തെ അറിഞ്ഞു ഗൈസ്. എന്ത് കഴിവുള്ള കുട്ടിയല്ലേ ഞാൻ. എനിക്കറിയില്ല. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ഷൻ ഒന്നും കൂടെ അയച്ചോട്ടെ. ഞാൻ സുശീല, എൻ്റെ അനിയന്റെ പേര് സുമേഷ്. ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം സുഖാണല്ലോ. ഞാൻ സുശീല, എൻ്റെ ചേട്ടൻ്റെ പേര് സുഗുണൻ, എൻ്റെ അനിയൻ്റെ പേര് ഒരു ഫാഷൻ പേരാ സുമേഷ്. എന്റെ പേര് സൂര്യ എന്ന് പറയായിരുന്നു. തെറ്റിപ്പോയോ? ഇല്ലില്ല, കറക്റ്റാ. അടുത്ത ശ്രീലക്ഷ്മിയുടെ നെക്സ്റ്റ് ഡയലോഗ്. അമ്മേ. അയ്യോ, ഇതും നമ്മൾ ദേഷ്യം എന്ന് പറഞ്ഞോണ്ട് വന്നാണോ? അയ്യോ നായേ, ഇന്നേക്ക് ദുർഗാഷ്ടമി. അയ്യോടാ, ദുർഗാഷ്ടമിക്ക് വേദനിച്ചു. ഇന്നേക്ക് ദുർഗാഷ്ടമി. കൊന്നു മൂറത്തെ കുറിച്ച് ഓങ്കാര നടനം ആടിടുവേ. ഓക്കെ, ആക്ഷൻ. ஐயோ, இது ஜல்ல ரீடேக் போடி இல்ல. விட மாட்டேன். அப்ப நீ என்ன இங்க இருந்து எங்கேயும் போக விட மாட்டே. ஐயோக்கு நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவே என் கண் முன்னாடி வந்து நிப்ப. இன்னைக்கு துர்காஷ்டமி. உன்னை கொன்னு ஒரு ரத்தத்தை குடிச்சு ஓங்கார நடனம் ஆடிடுவேன். ശ്രീമോളെ. എടാ ട്ടോ. അത് ഞാൻ ഓർത്തില്ല. നല്ലായിരുന്നു. ദേഷ്യമല്ലേ? സിമ്പിളാ. അത് മാത്രമല്ല തമിഴ് ടോണും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും ഡബിങ്ങിനൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു. ആ ഡബിങ് ആർട്ടിസ്റ്റ് ആട്ടോ. ശരിയാ. ഓക്കെ, നെക്സ്റ്റ്. ഇതിന് മുന്നേ വേണം. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല. മതി, ചെയ്തോ. അത്രേ ഉള്ളൂ. പറഞ്ഞതായിരുന്നു. മര്യാദ. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല. ഞങ്ങളുടെ ലാലേട്ടനാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കര ഒരു അടിപൊളി സെക്ഷൻ ആയിരുന്നു. ഞാനിപ്പോ ഇന്നലെ എനിക്കൊന്ന് ശ്രീലക്ഷ്മിയുടെ സ്റ്റാറ്റസോ സ്റ്റോറിയോ എന്തോ കണ്ടപ്പോഴാണ് അറിയുന്നത് ബർത്ത്ഡേ എന്തോ കഴിഞ്ഞ് പോയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇന്നലെ ബർത്ത്ഡേക്ക് ആളെ കിട്ടാത്തത് കൊണ്ട് ഞാൻ 2 ചോക്ലേറ്റ് എടുത്തോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഒരവിടെ കൂടെ കൊടുത്തിരിക്കും. അപ്പൊ ആ ബർത്ത്ഡേക്ക് ഞാൻ തയ്ക്ക് തന്നില്ലേ, സന്തോഷായില്ലേ? പാട്ടോ 2 വാക്ക് പുറത്ത് പറയാനല്ല. പാട്ട് ഞാൻ പ്രിപ്പയർഡ് അല്ല. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരാളായി ഇവിടെ ഇരിക്കുന്നത്. സ്മ്യൂളിലും ഒക്കെ സ്മ്യൂളില് പാടി ഏതോ ഒരു പാട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് അത് ഭയങ്കര അടിപൊളിയാ.
கண்ணா மின்சார கண்ணா என் மண்ணா என் நாளை கேட்க என் பின்னை வாராய் என் ஆசையோசை கேளாய் கூந்தலில் விழும் பூக்களை நீ மடியேந்த வேண்டும் நான் விடும் பெருமூச்சினில் நீ குளிர் காய வேண்டும் மதனா 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 என் பூவுக்கும் தேவைக்கும் சேவைக்கும் நீ வேண்டும் மின்சார கண்ணா. അപ്പോൾ രണ്ടുപേർക്കും ഇനി അങ്ങോട്ടും അടിപൊളി ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഈ പറഞ്ഞപ്പോൾ ഞാൻ സീരിയൽ കഴിഞ്ഞ കാര്യം പറഞ്ഞു, കുറേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം എല്ലാം പറഞ്ഞു. ഇനി ഞാൻ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി ആവട്ടെ. രണ്ടുപേരും അടിപൊളി സിനിമയൊക്കെ ചെയ്തിട്ട് അതിനുവേണ്ടി ഞാൻ രണ്ടുപേരും ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിക്കാൻ എനിക്കുള്ള ആ ഒരു ഭാഗ്യം എനിക്കും കിട്ടട്ടെ. എന്തായാലും സക്സസ്ഫുൾ ആവട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. രണ്ടുപേരും ഒരേപോലെ പറയുന്നു. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കിങ്ങിണി 5 മിനിറ്റ് കിങ്ങിണി പൊക്കി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. എന്നാലും ഞങ്ങൾ വന്നിരുന്ന ഒരു അനുഭവം വെച്ച് ഇന്റർവ്യൂവിന് വിളിച്ചത് കിങ്ങിണിയായിരുന്നു. അപ്പം ഞാനാണ് കോൺടാക്ട് ചെയ്തത്. സൂര്യ എൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് പറഞ്ഞായിരുന്നോ? അപ്പം എന്നെയാണ് കിങ്ങിണി കോൺടാക്ട് ചെയ്തത്. അപ്പൊ സൂര്യ എൻ്റെ അടുത്ത് ആരാ ഇന്റർവ്യൂ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഏതോ ഒരു കിങ്ങിണി അതുകൊണ്ടോ ഇവിടെ വന്നപ്പോഴാണ് കിങ്ങിണിയോ ഇവിടെ വന്നപ്പോൾ പേര് പോലെ തന്നെ കിങ്ങിണി, അതുപോലെ തന്നെ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. എന്നുള്ളൊരു ഫീലേ ഓക്കെ താങ്ക് യു. ഓക്കെ